നമസ്കാരം. മലയാള സർവകലാശാല സാഹിത്യോത്സവത്തിന്റെ ആദ്യത്തെ സെഷൻ ഇവിടെ ആരംഭിക്കുകയാണ്. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട മലയാളത്തിലെ പ്രശസ്തരായ രണ്ട് എഴുത്തുകാരെയാണ് നമുക്കിവിടെ ഇന്ന് ഈ വേദിയിൽ ലഭിച്ചിരിക്കുന്നത്. ആദ്യമായി ശിഹാബുദ്ദീൻ കൊത്തുകടവ് മാഷാണ്. രണ്ടാമതായി നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട കഥാകാരി കെ രേഖ ടീച്ചറാണ്. എഴുത്തെന്ന് പറയുമ്പോൾ ഒരുപാട് അനുഭവങ്ങളും നീറ്റലുകളും എല്ലാം ഉണ്ടാകുന്ന ഒരു സർഗ സൃഷ്ടിയാണ്. അപ്പോൾ നമുക്ക് കേൾക്കേണ്ടത് അവരുടെ അനുഭവങ്ങളുമാണ്. ഒരു കഥ ഉടലെടുക്കുമ്പോൾ ഏതൊക്കെ രീതിയിലാണ്, ഏതൊക്കെ അനുഭവങ്ങളിലൂടെയാണ് അവർ കടന്നു പോകുന്നത്, അല്ലെങ്കിൽ അവർക്കുണ്ടായ അനുഭവങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കേൾക്കാൻ പോകുന്നത്. ഒരു കഥ ഇവരിലൂടെ എങ്ങനെ പിറവിയെടുത്തു, അല്ലെങ്കിൽ ഇവരെങ്ങനെയാണത് നമ്മളോട് സംവദിക്കുന്നത് എന്നത് കേൾക്കാൻ വേണ്ടിയിട്ടുള്ള ഈ സെഷനിൽ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി ശിഹാബുദ്ദീൻ സാറാണ്. സാറിന് എങ്ങനെയാണ് കഥ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവുക, അനുഭവങ്ങൾ എങ്ങനെയാണ്? ഞങ്ങൾ സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ അതിഥികളായ നിങ്ങൾക്കുള്ള അവസരമാണ്. തുറന്ന് സംസാരിക്കാം, യാതൊരു അതിർവരമ്പുകളും ഇല്ല. കഥയെക്കുറിച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ ആഗ്രഹമുണ്ട്. അപ്പം രണ്ടുപേർക്കും ഇതിനകത്തേക്ക് സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി ശ്രീ കൗരവ് സാറിന് സംസാരിക്കാൻ മൈക്ക് കൈമാറുന്നു. പ്രിയപ്പെട്ടവരെ, എല്ലാം തുറന്നു പറയാനാണ് എന്നോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. പക്ഷേ 25 പേരെ കൊണ്ട് ഇത്രയും സാധിക്കില്ല. നമുക്ക് ചിലത് തുറന്നു പറയാൻ പറ്റാത്ത ആവണം. ചിലപ്പം കഥയായിട്ട്, കവിതയായിട്ട്, നോവലായിട്ടൊക്കെ ചിലപ്പോൾ പ്രത്യക്ഷപ്പെടും. എഴുത്തിലൂടെ നമുക്ക് സാധ്യമാവുന്നത് ഒരുപക്ഷെ ചിലപ്പോൾ നമ്മൾക്ക് ഭൗതികമായ ജീവിതത്തിൽ ആവിഷ്കരിക്കാൻ കഴിയാതെ പോകുന്ന ചില സന്ദർഭങ്ങൾ, ചില മനോഗതകൾ, ചില കാഴ്ചകൾ, ചില ചിത്രങ്ങൾ, അത് കഥയിലൂടെ ആവിഷ്കരിക്കാൻ കഴിഞ്ഞു എന്ന് വരാം. ഈ കഥ എങ്ങനെ എഴുതുന്നു എന്ന് ചോദിക്കുന്നത് കഥ എഴുതുന്നതിനേക്കാൾ പ്രയാസമുള്ള ഒരു കാര്യമായിട്ട് തോന്നുന്നു. കാരണം എഴുതുമ്പോൾ നമ്മൾ തനിച്ചാണ്. നമ്മുടെ ഒറ്റക്ക് ഇരിക്കുന്ന ഒരു വലിയ ആൾക്കൂട്ടമായി നമ്മൾ പെട്ടെന്ന് മാറുകയാണ് ചെയ്യുന്നത്. എഴുത്തിൽ ഒരാൾ എഴുതാനിരിക്കുമ്പോൾ സംഭവിക്കുന്നത് അതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒറ്റക്ക് ഇരിക്കുമ്പോൾ നമ്മൾ ക്രമേണ ആൾക്കൂട്ടമായി മാറുന്നു. അതുവരെ കണ്ട ലോകങ്ങൾ അതിൻ്റെ ഭാഗികമായും മൊത്തമായും ചിലപ്പോൾ മൊത്തമായും പല സ്വഭാവ സവിശേഷതകളിലൂടെ അത് കടന്നു വരുന്നു. ചിലപ്പോൾ വളരെ ഭൂതകാലത്തിൽ നിന്നാവാം, ചിലപ്പോൾ അത് ഭാവി കാലത്തിൽ നിന്നും കൂടിയാവാം. ബഹുഭൂരിഭാഗം സമയവും അത് വർത്തമാനകാലത്തിൽ നങ്കൂരം ഉണ്ടാകും. ഇങ്ങനെയൊക്കെയാണ് കഥയുടെ ഒരു ശബ്ദം എന്ന് പറയാം. എനിക്ക് തോന്നുന്നു 25 മിനിറ്റേ ഉള്ളൂ. അതുകൊണ്ട് ഇങ്ങനെ പേടിയാകരുത്, ഈ മിനിറ്റ് തീർന്നു പോകുന്നുള്ളത്. കാരണം ഈ കാലസങ്കല്പം എന്ന് പറഞ്ഞൊരു സംഗതിയുടെ കഥയെ കുറിച്ച് പറയുന്നു. ചില കഥയിൽ വലിയ കാലം നമുക്ക് കാണാൻ പറ്റുന്നത്. അത് ചെറുകഥയിൽ മാത്രമല്ല, ലോകത്തിലുള്ള ഒട്ടുമിക്ക ക്ലാസിക്കുകളിൽ ഒക്കെ അത്തരം നിമിഷങ്ങൾ ഉണ്ടാവാറുണ്ട്. അതൊക്കെ വിശദീകരണമെങ്കിൽ തന്നെ ഏകദേശം 3 മണിക്കൂർ വേണം. അപ്പോൾ അതിൽ നിന്ന് തൽക്കാലം ഞാൻ വിടുതൽ ചെയ്യുന്നത്. കാരണം ഒരുപക്ഷെ കാലം
എന്നൊരു ഒരു കാലത്തെ വലിയ പ്രധാനപ്പെട്ട പ്രമേയമായിട്ട് എഴുതിയ ഒരു എഴുത്തുകാരൻ ലൂയി ബോറസ് ആയിരിക്കണം. കാരണം ബോറസ് എപ്പോഴും ഈ കഥയെ ഇങ്ങനെ അട്ടിമറിച്ചു കൊണ്ടുപോകുന്ന, കഥയിൽ നിന്ന് കാലത്തെ അട്ടിമറിച്ച് കൊണ്ടുപോകുന്ന ഒരു അസാമാന്യമായ ഒരു പ്രതിഭയാണ്. അതെങ്ങനെയാണ് എനിക്ക് പറയേണ്ടതെന്ന് അറിയില്ല. ഓരോ എഴുത്തുകാരനും അവരുടേതായ ഒരു സ്വക്ഷേത്രം ഉണ്ടാകും. കാലം എല്ലായ്പ്പോഴും നമ്മുടെ കൂടെയുണ്ട്. കാലം തിരിച്ചെടുക്കും. ചിലപ്പോൾ അതുകൊണ്ട് മരിക്കുമ്പോൾ കാലം ചെയ്തു എന്ന് പറയും. കാലം ചെയ്ത പടിയാണ്. ഈ നിശ്ചിത കാലം, ഓരോ കഥ സംഭവിക്കുന്ന ആ കാലം വളരെ പരിമിത വിഭവനായ ഒരു എഴുത്തുകാരനാണെങ്കിൽ ആ കാലം, വലിയ കാലം അതിനകത്ത് നമുക്ക് കാണാൻ വേണ്ടി കഴിയില്ല. വലിയ വലിയ എഴുത്തുകാരുടെ വലിയ ലക്ഷണമായിട്ട് എനിക്ക് തോന്നുന്നത് അതിനകത്ത് അവർ സന്നിവേശിപ്പിക്കുന്ന വലിയ കാലമാണ്. വലിയ കാലം എന്ന് പറഞ്ഞാൽ, ഞാൻ പെട്ടെന്ന് ഒരു കഥ പറയാം. ഈ മാർക്കേസ് നമുക്കറിയാലോ, കഥയുടെ 100 വർഷങ്ങൾ എന്ന് പറഞ്ഞ മാജിക്കൽ വലിയൊരു ലോകം സൃഷ്ടിച്ച 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ എഴുത്തുകാരിൽ ഒരാളായിട്ടുള്ള അദ്ദേഹമായിട്ടുള്ള ഒരു അഭിമുഖത്തിൽ ചോദിക്കുന്നുണ്ട്, താങ്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥ ഏതാണ്? അപ്പോൾ വലിയ മാജിക്കൽ കഥയിൽ സന്നിവേശിപ്പിച്ച് കൊണ്ടുവന്ന ഒരു എഴുത്തുകാരൻ പറയുകയാണ്, ടോൾസ്റ്റോയിയുടെ ഒരാൾക്ക് എത്ര ഭൂമി വേണം എന്ന കഥയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. നമ്മൾ പെട്ടെന്ന് ഷോക്കായി പോകും. കാരണം അദ്ദേഹം വളരെ മോഡേണായിട്ടുള്ള ഏതെങ്കിലും കഥയായിരിക്കും പറയുന്നത്. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ആ കഥ പറഞ്ഞിട്ടുണ്ടാവുന്നത്. തീർച്ചയായും സ്ഥലം എന്ന് പറഞ്ഞ ഒരു സംഗതിയാണ് ആ കഥയുടെ ഒരു പശ്ചാത്തലം. നിങ്ങൾ എത്ര കുറച്ച് പേരെങ്കിലും വായിച്ചിട്ടുണ്ടാവുന്ന എനിക്ക് വിചാരിക്കുന്നു. ഒരു മഹാപ്രഭു അൽബന്ധത്തിലുള്ള ഒരാളാണ്. ഒരു സംഭവം നടക്കുന്ന റഷ്യയിലാണ്. ഒരുപാട് ഭൂമിയുള്ള സ്ഥലമാണ്. അയാൾ തന്നെ ഭൂമി വിൽക്കാൻ തീരുമാനിക്കും. അതിനൊറ്റ കരാറേ ഉള്ളൂ, അളക്കാനൊന്നും സാധ്യമല്ല. കാരണം കിലോമീറ്റർ വിസ്താരത്തിൽ കിടക്കുന്ന ഭൂമിയുടെ അവകാശിയാണ് അയാൾ. അപ്പം സൂര്യ ഉദയം മുതൽ അവസാനം വരെ അയാൾ ഭൂമി വാങ്ങിക്കുന്നതാണ്. സഞ്ചരിച്ചെത്തുന്ന സ്ഥലം നിങ്ങൾ സ്വന്തമാണ്. അങ്ങനെ ഒരു മനുഷ്യൻ ഈ പണം കൊടുത്തു. സൂര്യോദയം മുതൽ നടക്കാൻ തുടങ്ങി. കുറച്ച് കഴിയുമ്പോൾ അയാൾക്ക് തോന്നി ഇതിങ്ങനെ നടന്നാൻ പറ്റില്ല, കുറച്ചുകൂടി വേഗം കൂട്ടണം എന്ന് തോന്നുന്നു. അപ്പൊ കൂടുതൽ ഭൂമി എന്ന് അയാളുടെ ഉള്ളിൽ നിന്ന് അയാളുടെ അത്യാഗ്രഹിയായ ഒരു മനുഷ്യൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുന്നതായിരുന്നു. അയാൾ ഓടിക്കൊണ്ടേയിരുന്നു. കാരണം സൂര്യ അസ്തമിച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ കൊണ്ട് ആ ഭൂമി അയാളുടെ ഭൂമിയുടെ അവകാശത്വം തീരും. അതുകൊണ്ട് ഒട്ടും വിശ്രമിക്കരുത്, പരമാവധി ഓടിക്കൊണ്ട് ആ സ്ഥലം കൈവശപ്പെടുത്തുക എന്നുള്ള ആ ഓട്ടത്തിന് പൂർത്തിയാക്കാതെ സൂര്യാസ്തമയത്തിന് മുമ്പ് അദ്ദേഹം തളർന്നു വീണു മരിച്ചു പോവുകയാണ്. അതാണ് കഥ. അത് ഈ കഥ കൊണ്ട് എനിക്ക് പ്രിയപ്പെട്ട കഥയാണ്, നമുക്കൊക്കെ പ്രിയപ്പെട്ട കഥയാണ്. ഈ വലിയ എഴുത്തുകാരൻ എന്ന് പറയുന്നത് ഇപ്പൊ ഈ പറഞ്ഞ മനുഷ്യ അത്യാഗ്രഹങ്ങൾ, പിന്നെ ഭൂമിയുടെ കൈവകാശം സംബന്ധിച്ചിട്ടുള്ള മനുഷ്യന്റെ കയ്യേറ്റങ്ങൾ ഒക്കെ ഇങ്ങനെ വലിയ ഒരുതരം വിഷയങ്ങളെ ചുറ്റിപ്പറ്റി ഇപ്പോഴുണ്ട്. അതിനകത്ത് കാലം സ്ഥലവും രണ്ടുമുണ്ട്. പലപ്പോഴും ടോൾസ്റ്റോയുടെ കഥകൾ നമ്മൾ പലപ്പോഴും പ്രധാനപ്പെട്ട കഥകളൊന്നും നമ്മൾ ശ്രദ്ധയിൽപ്പെടാതെ പോകാറുണ്ട്. ഞാൻ ടോൾസ്റ്റോയുടെ ഏറ്റവും വായിച്ച ഏറ്റവും മഹത്തായ കഥയായിട്ട് എനിക്ക് തോന്നാറുള്ളത് 3 Saints എന്ന് പറഞ്ഞ കഥ. നിങ്ങളൊരു പക്ഷേ വായിച്ചിട്ടുണ്ടാവും ആ കഥ. ഇതിന് പറയാം 3 പുണ്യാളന്മാർ. ഒരു ബിഷപ്പ് കടലിലൂടെ യാത്ര ചെയ്യും ഒരു കപ്പലിൽ. അപ്പൊ അനുചരന്മാരൊക്കെ ചുറ്റുമുണ്ട്. അദ്ദേഹത്തിന് ആവശ്യമുള്ള കാര്യങ്ങൾ എത്തിക്കുന്നുണ്ട്. അപ്പോ അദ്ദേഹം കടലിന്റെ പുറത്തുള്ള കാഴ്ചകളൊക്കെ അത്യാവശ്യം കാണാം. കടലിൽ നിങ്ങൾ എത്ര പേര് കടലിൽ പോയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. കടൽ ഒരിക്കലെങ്കിലും നിങ്ങൾ പോകണം. അപ്പൊ നമ്മൾ കരയെന്താണെന്ന് മനസ്സിലാവണമെങ്കിൽ ശരിക്കും കടലിൽ പോകണം. പുറം കടലിലേക്ക് പോകണം.
അപ്പോൾ അങ്ങനെ ഇരിക്കെ ഒരു അയലൻ്റെ ദൂരെ പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ ബിഷപ്പ് അനുചരന്മാരോട് ചോദിച്ചു, ഈ ദൂരെ കാണുന്ന ആ ദ്വീപ് ഏതാണ്, എന്താണ് എന്ന് വിശദാംശം പറഞ്ഞു. അതൊരു സാധാരണ ഒരു ചെറിയൊരു ഐലൻഡാണ്, അവിടെ ആൾ താമസമില്ല. പക്ഷേ 3 സന്യാസിമാർ അവിടെ ധ്യാനത്തിലിരിക്കുന്നുണ്ട്. ഓഹോ, ഇത് കൊള്ളാമല്ലോ എന്ന് പറഞ്ഞ് എനിക്ക് അവരെ കാണണം എന്ന് ബിഷപ്പ് ആവശ്യപ്പെടുന്നു. വളരെ കഷ്ടപ്പെട്ട്, കാരണം അങ്ങനെ പെട്ടെന്ന് എത്തിക്കാൻ പറ്റില്ല. ഒരു കുളിയിൽ ആ സ്ഥലത്തേക്ക് എത്തുന്നു. അപ്പോൾ വെള്ള വസ്ത്രം ധരിച്ച 3 സന്യാസിമാർ അവിടെ മൗനത്തിലിരിക്കുക. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ നോക്കി അവരോട് ചോദിച്ചു, സന്യാസിമാരോട്, നിങ്ങൾ എന്താണ് ചെയ്യുന്നത് ചോദിച്ചു. ഞങ്ങൾ ധ്യാനത്തിലിരിക്കുകയാണ്. ധ്യാനം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന ഉണ്ടാവട്ടെ. ഇല്ല, ഞങ്ങൾ മൗനമായിട്ടാണ് ഇരിക്കുന്നത്. അത് പറ്റില്ല. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അതിന് അതിൻ്റെതായ ചുറ്റുപാടുകളുണ്ട്. അദ്ദേഹം തൻ്റെ എന്താണ് പറയുക, പിന്നെ മതപരമായ അനുഷ്ഠാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചിന്തിക്കുന്നത്. അതുകൊണ്ട് പ്രാർത്ഥന എന്ന് പറയുന്നത് ഇങ്ങനെ മൗനം കൊണ്ട് മാത്രം പോരാ, പ്രാർത്ഥിക്കണം. അപ്പോൾ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ അറിയില്ല. എങ്കിൽ ഞാൻ പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് 5 പ്രാർത്ഥനകൾ, 5, 6, 7 പ്രാർത്ഥനകൾ പഠിപ്പിച്ചു കൊടുക്കും. ഇവര് വളരെ കഷ്ടപ്പെട്ട് പഠിക്കുന്നു, ഒരുപാട് സമയം ചെലവഴിച്ച് എങ്ങനെയൊക്കെ അത് പഠിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് വലിയ സന്തോഷമായി. കാരണം ഒരാളെ ദൈവത്തിലേക്ക് അടുപ്പിച്ചല്ലോ എന്ന ആത്മസംതൃപ്തിയോടെ ബിഷപ്പ് തിരുമേനി കപ്പലിൽ പോവുകയാണ്. അങ്ങനെ യാത്രകൾ ഇങ്ങനെ കപ്പലിലൂടെ കടലിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കാണാം 3 വെള്ളക്കൊറ്റികൾ പോലെ എന്തോ ഒന്ന് കടലിന്റെ മുകളിലൂടെ വരുന്നതാണ് കാണുന്നത്. ശ്രദ്ധിച്ചപ്പോഴാണ് മനസ്സിലാവുന്നത്, ഈ കടലിന്റെ മുകളിലൂടെ നടന്നു വരികയാണ് ഈ 3 സെയിൽസുകൾ, ഈ 3 വ്യക്തികൾ, സന്യാസിമാരെ കടലിന്റെ മുകളിൽ നടന്നിട്ട് അനായാസം കൂടി വരികയാണ്. ഇയാളെ അത്ഭുതപരമായി നോക്കിയപ്പോൾ അവര് വിളിച്ച് ചോദിച്ചു, പിതാവേ, ഞങ്ങളുടെ 5 പ്രാർത്ഥനയിൽ ഒടുവിലത്തെ പ്രാർത്ഥന മറന്നുപോയി, ഒന്ന് പറഞ്ഞു തരാമോ? ലജ്ജ കൊണ്ട് ഈ ബിഷപ്പ് തിരുമേനിയുടെ തല താഴ്ന്നുകൊണ്ട് കഥ അവസാനിക്കുക. ചെറിയ കഥയാണ്. അപ്പൊ ഈ കഥ വളരെ രസമുള്ള കഥയാണ്, നല്ല ദൃശ്യപരമാണ്. എന്തൊക്കെയോ നമ്മളോട് ആ കഥ പറയുന്നത്. എന്താണ് ആ കഥ പറയുന്നത്? മുഖ്യമായിട്ടും അത് ഓരോ കാലത്തും ആത്മീയതയും മതവും വിഭിന്നമാണ്. മതമല്ല നമുക്ക് വേണ്ടത്, ആത്മീയതയാണ് എന്ന പാഠം നമ്മൾ ഈ പുതിയ കാലത്തും ആ ഓർമ്മിപ്പിക്കലുമായിട്ട് ലോകാവസാനം വരെ ടോൾസ്റ്റോയ് തന്റെ കഥയുമായി യാത്ര ചെയ്യുന്നതിനാണ് ആഫ്രിക്ക. അപ്പോൾ ഈ 25 മിനിറ്റ് പോലെ അപ്പോൾ എന്തായാലും പോലും തൽക്കാലം നിർത്തിയാൽ മാത്രമല്ല ചെറിയ കഥയൊക്കെ പറഞ്ഞ് ശിഹാബുദ്ദീൻ സാർ നമ്മളായിട്ട് സമ്മതിച്ചിരിക്കുന്നു. അടുത്തതായി നമുക്ക് രേഖ ടീച്ചറുടെ അനുഭവങ്ങൾ, കഥയനുഭവങ്ങൾ കേൾക്കാം. ഞാൻ കഥ എഴുതി തുടങ്ങിയിട്ട് 30 വർഷമായി. ഞാൻ ഈയിടെ മനുഷ്യാലയ ചന്ദ്രിക എന്ന് പറഞ്ഞ എൻ്റെ ഏറ്റവും പുതിയ കഥാസമാഹാരത്തിനൊരു കുറിപ്പെഴുതാൻ പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്. 30 വർഷമായി, പക്ഷെ വളരെ കുറച്ച് കഥകൾ മാത്രമേ ഞാൻ എഴുതിയിട്ടുള്ളൂ. അപ്പം അതുകൊണ്ട് ആ ഒരു അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ വേണം ഞാൻ പറയാൻ. എനിക്ക് തോന്നിയിട്ടുള്ളത്, എല്ലാ മനുഷ്യരും കഥകൾ എഴുതുന്ന എല്ലാ മനുഷ്യർക്കും പൊതുവായിട്ട് ചില നിയമങ്ങളുണ്ട്. അതിലൊന്ന് 3 തരത്തിൽ നമുക്ക് കഥകൾ എഴുതാം. ഒന്ന്, പൂർണ്ണമായിട്ടും അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ കഥകൾ എഴുതാം. 2, പൂർണ്ണമായിട്ടും ഭാവനയുടെ അടിസ്ഥാനത്തിൽ കഥകൾ എഴുതാം. 3-മതായിട്ട് ഇത് രണ്ടും ഇടകലർത്തി കഥകൾ എഴുതാം. ഭാവനയും അനുഭവവും സമാസവും ചേർത്ത് കഥകൾ എഴുതാം. എനിക്ക് തോന്നിയിട്ടുള്ളത്, എൻ്റെ കഥകളിൽ പലതും ഈ 3-മത്തെ വകുപ്പിൽപ്പെടുത്താവുന്ന കഥകളാണ്. കഥകൾ എഴുതുമ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ മാതൃഭൂമിയുടെ വിഷുപതിപ്പ് സാഹിത്യ മത്സരത്തിൽ 94 സമ്മാനം കിട്ടിയിട്ടാണ് എൻ്റെ ഒരു കഥ മുതിർന്നവരുടെ കൂട്ടത്തിൽ
ആദ്യമായിട്ട് പ്രസിദ്ധീകരിക്കുന്നത്. അപ്പം അന്ന് മുതൽ ഒരു നമ്മൾ ഇങ്ങോട്ട് ആദ്യഘട്ടത്തിൽ നമുക്ക് വളരെ നിഷ്കളങ്കമായിട്ടുള്ള ഒരു വായനയാണ്. നമ്മുടെ എനിക്ക് തോന്നിയിട്ടുള്ളത് സങ്കടം നിറച്ചുള്ള മനുഷ്യരാണ് കഥകൾ പറയുന്നത്. ശിഹാബയ്ക്കാണെങ്കിലും ഞാനാണെങ്കിലും ഒക്കെ മനസ്സിൽ നിറയെ സങ്കടമുള്ള മനുഷ്യരാണ് കഥകൾ പറയുന്നത്. അവരുടെ മനസ്സിൽ ദൈവം നിറച്ചു കൊടുക്കുന്നതാണ് കഥകൾ. അപ്പോൾ ആ തരത്തിൽ കഥകൾക്ക് ഞാൻ ഇരിങ്ങാലക്കുടയ്ക്കടുത്ത് ഒരു ചെറിയ ഗ്രാമപ്രദേശത്ത് നിന്നാണ് വരുന്നത്. അവിടെ റോഡുകൾ പോലും ഇല്ല, നല്ല പുസ്തകങ്ങൾ വായിക്കാൻ നല്ല ലൈബ്രറി ഇല്ല. നല്ല ലൈബ്രറി തൊട്ടടുത്തുള്ള ഇരിങ്ങാലക്കുട എന്ന് പറയുന്ന കൊച്ചു പട്ടണത്തിലാണ് അത്യാവശ്യം പുസ്തകങ്ങളൊക്കെ ഉള്ളത്. അപ്പൊ അവിടെ പോയിട്ട് വേണം ഒരു മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് വാങ്ങിക്കാൻ. പക്ഷെ എൻ്റെ വീട്ടില് എൻ്റെ അമ്മ ഒരു പരാജയപ്പെട്ട കഥാകൃത്തായിരുന്നു. ഇപ്പോൾ MT വാസുദേവനാരുടെ സഹപാഠിയായിരുന്നു കുറച്ചു കാലം. പിന്നീട് അവര് ദാരിദ്ര്യം കാരണം അവര് പഠനമൊക്കെ അവസാനിപ്പിച്ച് അന്ന് TTCക്ക് പഠിക്കാൻ പൈസ വേണം. അങ്ങനെ TTC എടുത്ത് ഒരു പ്രൈമറി സ്കൂൾ അധ്യാപികയായി. തന്നേക്കാൾ 17 വയസ്സ് പ്രായം കൂടുതലുള്ള യാതൊരു വിധത്തിലുള്ള കലാഹൃദയവും ഇല്ലാത്ത ഒരു അത്യാവശ്യം സാമ്പത്തികമായിട്ടൊക്കെ ഉയർന്നൊരു കുടുംബത്തിലെ ഒരാളെ കല്യാണം കഴിച്ച് ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ തുടങ്ങി. എനിക്കൊരു 7 വയസ്സുള്ള പച്ച മരിച്ചുപോയി. പിന്നീട് ഞങ്ങൾ വലിയ കടുത്ത സ്ട്രഗിളാണ് ജീവിതത്തിൽ നയിച്ചിട്ടുള്ളത്. പക്ഷെ അപ്പോഴും പുസ്തകങ്ങളും വായനയും ഒക്കെ നമ്മുടെ കൂടെ സഞ്ചരിച്ചിരുന്നു. അങ്ങനെ ഒരു കഥാകൃത്താവാൻ ആലോചിക്കുന്ന നിമിഷം മുതൽ ഇത് എഴുതാൻ തുടങ്ങി. മാതൃഭൂമിയുടെ ബാലഭക്തിയിൽ കൊച്ചു കൊച്ചു കഥകൾ എഴുതാൻ തുടങ്ങി. അത് എഴുതാൻ തുടങ്ങിയപ്പം അപാരമായിട്ടുള്ള ഒരു ആനന്ദം നമുക്ക് ലഭിക്കാൻ തുടങ്ങി. ഞാനൊരു 10 പേജ് കഥ കുഞ്ഞുണ്ണി മാഷ് അയച്ചു കൊടുക്കും. മാഷ് അതൊരു 2 പാരഗ്രാഫ് ആക്കിയിട്ട് എഡിറ്റ് ചെയ്ത് തിരിച്ചയച്ചു തരും. അങ്ങനെ ഒരു ദീർഘകാലം ഇത് ഒരു പ്രോസസ്സായി തുടങ്ങി. അക്കാലത്ത് മാതൃഭൂമിയിൽ ബാലഭക്തിയിൽ എഴുതിക്കൊണ്ടിരുന്ന സോമൻ കടലൂര്, ശാന്തി പ്രയാഗ, അനിൽകുമാർ വേങ്ങാട്, അങ്ങനെ കുറെ പേര് സ്ഥിരം എഴുതുന്ന ആളുകളുണ്ട്. അപ്പൊ ഇവരോടൊക്കെ എന്നോട് എൻ്റെ അമ്മ പറയും ആ കുട്ടികൾക്കൊക്കെ വേണം എന്നുള്ള തോന്നലുണ്ട്. പിന്നീട് ഞാൻ ഇവരെ പറ്റിയൊക്കെ എപ്പോഴും അന്വേഷിക്കാറുണ്ട്. ഈ അനിൽകുമാർ വേങ്ങാട് എന്ന് പറയുന്ന ആള് ബ്രണ്ണൻ കോളേജിൽ പഠിക്കുമ്പോൾ അദ്ദേഹം ട്രെയിനിന് മുമ്പിൽ ചാടി മരിച്ചു എന്നാണ് എൻ്റെ അറിവ്. അതൊക്കെ അറിഞ്ഞ ദിവസം എനിക്ക് വലിയ സങ്കടം തോന്നിയിട്ടുണ്ട്. അപ്പം അങ്ങനെ ബാലഭക്തിയിൽ എഴുതി തുടങ്ങിയ ഒരു കാലത്ത് അത് സത്യത്തിൽ ആ ഒരു പ്രോസസ്സിലൂടെ നമ്മൾ തിരിച്ചറിഞ്ഞത്. പിന്നീട് ഞാൻ 18 വർഷത്തോളം പത്രപ്രവർത്തകയായിരുന്നു. ആ പത്രപ്രവർത്തന കാലത്ത് എങ്ങനെ വാർത്ത എഡിറ്റ് ചെയ്യണം, ഇപ്പോൾ വലിയതായിട്ട് ഇങ്ങനെ ഒരു കടൽ പോലെ തരുന്ന വാർത്തയെ ഒരു കൊച്ചു അരുവിയായിട്ട് മാറ്റുന്നത് എങ്ങനെയെന്നുള്ള ടെക്നിക്കൊക്കെ നമുക്ക് ജേർണലിസം ക്ലാസ്സിൽ ഒരുപാട് പേര് പഠിപ്പിച്ചു തരും. ഈ പഠിച്ചതിനേക്കാൾ കൂടുതൽ ഞാൻ പഠിച്ചിട്ടുള്ളത് കുഞ്ഞുണ്ണി മാസ്റ്ററിനാണ്. ഈ പറഞ്ഞതുപോലെ 10 പേജിനെ 2 പാരഗ്രാഫ് ആക്കുന്ന ഒരു മാന്ത്രിക വിദ്യ. നിങ്ങൾ കുഞ്ഞുണ്ണി മാസ്റ്റർ കവിതകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? ഇത്തിരിയേ ഉള്ളൂ ഞാൻ എനിക്ക് പറയാൻ, ഇത്തിരിയേ ഉള്ളൂ അത് കേൾക്കാൻ, അത് പറയാൻ ഇത്തിരിയേ വാക്കും വേണ്ടു എന്നൊക്കെ പറഞ്ഞാൽ ആണ്. അപ്പൊ കുഞ്ഞുണ്ണി മാസ്റ്റർ അടുത്തുനിന്ന് പഠിച്ചൊരു എഡിറ്റിംഗ് പ്രോസസ്സാണ് പിൽക്കാലത്ത് ഞാൻ തൊഴിലായിട്ട് എടുത്ത പത്രപ്രവർത്തനത്തിന് എന്നെ സഹായിച്ചു. എൻ്റെ അപ്പം ആയി ആ തൊഴിൽ. അപ്പൊ പക്ഷെ ഞാൻ ഈ കരിയർ പോലും തിരഞ്ഞെടുത്തത് കഥയെ അതെങ്ങനെ കോംപ്ലിമെന്റ് ചെയ്യും. കഥ എഴുതാൻ നമുക്കൊക്കെ അറിയാം ഒരുപാട് അനുഭവങ്ങൾ വേണം. നിങ്ങളുടെ ഈ പ്രായത്തിൽ ഞാൻ തൃശ്ശൂർ ഞാൻ കേരളോർമ്മ കോളേജിലായിരുന്നു PGക്ക് പഠിച്ചിരുന്നത്. അപ്പൊ അന്ന് MT ആണ് സാഹിത്യ അക്കാദമി അധ്യക്ഷനായിരുന്നു. അദ്ദേഹം ഇന്ത്യയിലെ ഒട്ടുമിക്ക റൈറ്റേഴ്സിനെയും തൃശ്ശൂർ കൊണ്ടുവരുമായിരുന്നു. ഇന്ദിരാ ഗോസ്വാമിയെ പോലെ, നിർമ്മൽ വർമ്മയെ പോലെ, അജിത് കൗറിനെ പോലെ, ചന്ദ്രശേഖർ കമ്പാറിനെ പോലെയൊക്കെയുള്ള റൈറ്റേഴ്സിനെ മുഴുവൻ കൊണ്ടുവരും. ഇവരൊക്കെ നമ്മളോട് പറയും നമ്മുടെ നാട്ടില് നല്ല ലിറ്ററേച്ചർ ഉണ്ടാവാത്തതിന്റെ ഒരു പ്രധാന കാരണം ഇവിടെ നമുക്ക് വലിയ അനുഭവങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പൊ ഞാൻ ആലോചിച്ചു, എന്നെ പോലെ ഒരു കുഗ്രാമത്തിൽ ജീവിക്കുന്ന ഒരാൾക്ക് വളരെ പരിമിതമായ അനുഭവങ്ങളുള്ളൂ. അപ്പോൾ പത്രപ്രവർത്തകയായാൽ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവും, ഒരുപാട് ലോകങ്ങൾ കാണും, ഒരുപാട് ജീവിതങ്ങൾ കാണും. അപ്പം അത് ഒരുപാട് ആ അർത്ഥത്തിൽ ഒരു ഉൾക്കാഴ്ച തരാനും ലോകത്തെ കാണാനും ഒക്കെ സഹായിച്ചെങ്കിലും വേറൊരു തരത്തിൽ ഒരുപക്ഷെ എൻ്റെ എഴുത്ത് കുറഞ്ഞു പോയതിനൊരു കാരണം ഈ പത്രപ്രവർത്തനം എന്ന് പറഞ്ഞ ഒരു വേഗത്തിന്റെ കലയാണ്. എത്രയും പെട്ടെന്ന് ഒരുപാട് ജോലികൾ
ചെയ്തു തീർക്കേണ്ട ഒരു തൊഴിലാണ്. ഉദാഹരണത്തിന് ഒരു ദിവസം ഒരു വൈകുന്നേരമാണ് നമ്മുടെ സദ്ദാം ഹുസൈൻ മരിക്കുന്നത്. എനിക്കിപ്പോഴും ആ ഓർമ്മയുണ്ട്. എൻ്റെ മുമ്പിൽ ഇത്ര അട്ടി ഫയലുകൾ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, 1 മണിക്കൂർ കൊണ്ട് സദ്ദാം ഹുസൈൻ്റെ ജീവിതം മുഴുവൻ നമ്മൾ ഒരു ലൈഫ് സ്കെച്ച് തയ്യാറാക്കണം. അപ്പൊ അതൊരു വെല്ലുവിളിയാണ് സത്യത്തിൽ. 1 മണിക്കൂർ കൊണ്ട് ഇത്ര വിട്ട് ഫയലുകളിൽ നിന്ന് സദ്ദാമിന്റെ ജനനം മുതൽ അദ്ദേഹത്തിന്റെ ഏറ്റവും ആ പൈപ്പിന്റെ ഒരു അദ്ദേഹത്തെ കണ്ടുപിടിക്കുമ്പോൾ അദ്ദേഹം ഒരു ഒളിത്താവളത്തിൽ നിന്ന് അദ്ദേഹത്തെ പിടിച്ച് കൊല്ലപ്പെടുത്തുന്നത് വരെ ആ ട്രയൽ, അതിന്റെ വിചാരണ, അതിന്റെ അവസാനം അദ്ദേഹത്തെ വധിക്കുന്നത് വരെയുള്ള ആ നീണ്ട ഒരു അതിന്റെ ചുരുക്കം നമ്മൾ 1 മണിക്കൂർ കൊണ്ട് ചെയ്യും. അപ്പൊ ഇത്തരത്തിലുള്ള ഒരുപാട് അനുഭവങ്ങൾ ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ എനിക്ക് ഓർമ്മയുണ്ട്, ഒരു ദിവസം വൈകുന്നേരം ഞാൻ ജോലി ചെയ്യുന്ന പത്ര ഓഫീസിൽ ഒരു സ്ത്രീ കയറി വന്നു. അപ്പൊ ന്യൂസ് എഡിറ്റർ എന്നെ പറഞ്ഞു അവരോട് സംസാരിക്കാൻ പറഞ്ഞു. അപ്പൊ അവരുടെ ആവശ്യം അവരുടെ കിഡ്നി വിൽക്കണം. കിഡ്നി വിറ്റിട്ട് ആ പണം വേണം കടം വീട്ടാൻ. അപ്പൊ ഇതുപോലെ വിചിത്രമായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങളും ഒരുപാട് ആളുകളും നമ്മുടെ ആ ജീവിതത്തിന്റെ ഇടയിൽ കടന്നു വരും. പക്ഷെ പലപ്പോഴും നമുക്ക് അവരെ ഇവരൊന്നും നമ്മുടെ കഥയിലേക്ക് കടന്നു വന്നിട്ടില്ല. അതെന്തുകൊണ്ടാണെന്ന് നമുക്ക് പലപ്പോഴും ഉത്തരം കിട്ടില്ല. കാരണം നമുക്കറിയാം മനുഷ്യരുടെ ഒരു ഗർഭകാലം എന്ന് പറയുന്നത് 270 ദിവസമാണ്. പക്ഷെ ഞാൻ 15ാമത്തെ വയസ്സിലാണ് ഒരു ആലുവയിൽ എൻ്റെ ഒരു ബന്ധുവിന്റെ വീട്ടിൽ നിൽക്കുമ്പോൾ അവിടെ റോഡിൽ കൂടെ കടന്നു പോകുന്ന ഒരു മനുഷ്യനെ കാണിച്ചിട്ട് എൻ്റെ ബന്ധു പറഞ്ഞു, ഇയാളാണ് ആലുവയിൽ ആദ്യമായിട്ട് ബെൻസ് കാറ് വാങ്ങിയാണ്. അപ്പൊ പിന്നീട് അയാൾ ഒരു സിനിമാ നടിയോട് കമ്പം കയറി സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ ചെന്നൈയിലേക്ക് പോയി. തിരിച്ചു വരുമ്പോൾ അയാൾ ഈ പരുവത്തിലാണ് മടങ്ങി വരുന്നത്. അപ്പോൾ അങ്ങനെ ആ കഥ പറഞ്ഞ് അപ്പൊ എനിക്ക് തോന്നി. അത് കഴിഞ്ഞ് അയാളുടെ ഭാര്യയും സകുടുംബം വിഷം കഴിച്ചു, മകനും ഭാര്യയും മരിച്ചു, പക്ഷെ മകള് മരിച്ചില്ല. ഇതാണ് അദ്ദേഹത്തിന്റെ കഥ. അപ്പൊ 15ാമത്തെ വയസ്സിൽ ഞാൻ കേട്ട ഈ കഥ ഞാൻ കഥയിലേക്ക് കൊണ്ടുവരുന്നത് 35ാമത്തെ വയസ്സിലാണ്. മനുഷ്യന്റെ ഗർഭപാലം പോലും ഈ പറഞ്ഞതുപോലെ 270 ദിവസമാണ്. പക്ഷെ ഒരു കഥാപാത്രം നമ്മുടെ കൂടെ സഞ്ചരിക്കുന്നത് 10-20 വർഷം സഞ്ചരിച്ചിട്ടാണ് അത് കഥയിലേക്ക് കടന്നു വരുന്നത്. അപ്പൊ ഈ പറയുന്നതുപോലെ പത്രപ്രവർത്തന കാലത്തെ ഒരുപാട് അനുഭവങ്ങൾ ഒരുപക്ഷെ നമ്മൾ ഭാവിയിൽ എഴുതിയേക്കാം. പക്ഷെ അതുപോലെ തന്നെ മറ്റൊരു ദിവസം ഞാൻ വന്നൊരു വാർത്തയായിരുന്നു, നാൽക്കാലി എന്ന് പറഞ്ഞിട്ട് ഞാൻ എഴുതിയൊരു കഥ. ആ കഥ അതായത് പൂങ്കൊടി എന്ന് പറയുന്ന തമിഴ്നാട്ടിലെ ഒരു പെൺകുട്ടി. അവള് നമ്മുടെ ഈ സോഷ്യൽ മീഡിയ ചാറ്റ് റൂമുകളൊക്കെ തുറന്ന കാലത്ത്, ഇപ്പോഴത്തെ കാലമല്ല, ഒരു 10-15 വർഷമൊക്കെ മുമ്പ് ഈ പൂങ്കൊടി ലണ്ടനിലുള്ള ഒരു ശ്രീലങ്കക്കാരനായ ചെറുപ്പക്കാരനുമായിട്ട് ചാറ്റ് ചെയ്യാൻ തുടങ്ങി. ഇവർ തമ്മിൽ ഭയങ്കര ചാറ്റിംഗ് ഒക്കെ തുടങ്ങിയപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, നിന്റെ ഒരു പടം എനിക്ക് അയച്ചു തരാൻ പറഞ്ഞു. പൂങ്കൊടി എന്ത് ചെയ്തു? പൂങ്കൊടി വീൽ ചെയറിലുള്ള കാലിന് വയ്യാത്ത കുട്ടിയാണ്. അപ്പൊ അവള് വീൽ ചെയറിൽ പോവുകയാണ്. അപ്പൊ അവള് എന്ത് ചെയ്തു? അവൾ കാണാൻ അത്ര പൊതുസമൂഹത്തിന്റെ കാഴ്ചപ്പാടിൽ സുന്ദരിയല്ല. അപ്പൊ അവൾ എന്ത് ചെയ്തു? അക്കാലത്തെ തമിഴിലെ ഏറ്റവും സുന്ദരിയായ ഒരു നടിയുടെ പടം ഈ ചെറുപ്പക്കാരന് അയച്ചു കൊടുത്തു. ഇദ്ദേഹം ഇത് കണ്ടത് മുതൽ ഇവൾക്ക് ഒരുപാട് ഉപഹാരങ്ങൾ അയക്കാൻ തുടങ്ങി. പിന്നെ അയാൾക്ക് ഇവളോട് ഭയങ്കര പ്രണയം, ഒരുപാട് സമ്മാനങ്ങൾ, ഇവൾ ചോദിക്കാതെ തന്നെ ഒരുപാട് ഗിഫ്റ്റുകൾ, ഇതെല്ലാം അയച്ചു കൊടുത്തു. ഒരു ദിവസം അയാൾ ഇവളെ കാണാൻ വേണ്ടി വരുമ്പോൾ ഇദ്ദേഹം കാണുന്നത് വീൽ ചെയറിൽ ഇരിക്കുന്ന അയാളുടെ അന്ന് കണ്ട ആ പടത്തിലെ പോലെയല്ലാത്ത ഒരു പെൺകുട്ടിയാണ്. ഇയാൾ നേരെ വഞ്ചനാക്കുറ്റത്തിന് പോലീസിൽ കേസ് കൊടുത്ത് അതിന്റെ വാർത്തയാണ് പത്ര ഓഫീസിലേക്ക് വരുന്നത്. ആ വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയാണ്: ഇന്റർനെറ്റിലൂടെ തട്ടിപ്പ് നടത്തിയ പെൺകുട്ടി പിടിയിൽ എന്നാണ് ആ വാർത്തയുടെ തലക്കെട്ട്. പക്ഷെ വാർത്ത വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് വലിയ സങ്കടം തോന്നി. വീൽ ചെയറിൽ ഇരിക്കുന്ന ഒരു പെൺകുട്ടി ഒരു ചെറുപ്പക്കാരനുമായി ചാറ്റ് ചെയ്യുന്നു. അവൾക്ക് അയാളുടെ സ്നേഹം നിഷേധിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അവൾക്ക് ധാരാളം ഉപഹാരങ്ങൾ അയച്ചു കൊടുക്കുന്നു. അവൾക്ക് അപ്പോഴും നോ പറയാൻ അറിയുന്നില്ല. കാരണം അവൾക്ക് അയാളോട് പ്രണയമുണ്ട്. അവൾക്ക് പ്രണയം ആവശ്യമാണ്. ആ മനുഷ്യരെ പോലെ സ്നേഹവും പ്രണയവും ഒക്കെ ആവശ്യമാണ്. നമ്മൾ തന്നെ ഒരു പൂച്ചയോ പട്ടിയോ നമ്മളെ ഭയങ്കരമായി സ്നേഹിക്കാൻ തുടങ്ങിയാൽ നമ്മളത് നിഷേധിക്കാത്തതുപോലെ ഇവൾക്ക് ഈ പുരുഷന്റെ സ്നേഹം ആവശ്യമാണ്. അവൾ അയാൾക്ക്
നിരന്തരം തിരിച്ചും പിന്നെയും മറുപടികൾ അയക്കുന്നു. അവള് തന്റെ അസുന്ദരമായ മുഖത്തിന് പകരം ഒരു സുന്ദരിയായ ഒരു വ്യാജമായിട്ടുള്ള ഒരു സംഗതി അയച്ചു കൊടുക്കുന്നു. ഇതിങ്ങനെ തുടരുമ്പോൾ അവൾ എങ്ങനെയാണ് അവളുടെ ആഗ്രഹങ്ങളെല്ലാം സ്വാഭാവികവും സത്യസന്ധവുമാണ്. പക്ഷെ പത്രവാർത്തയിൽ അവൾ തട്ടിപ്പുകാരിയാണ്. അപ്പൊ എനിക്ക് തോന്നി ഞാൻ ആ വാർത്ത അതേപടി തന്നെ 4 കോളം ഹെഡിങ് ഒക്കെ ഇട്ട് 4 കോളത്തിൽ വെച്ചു. പക്ഷെ എനിക്ക് ആ വാർത്ത എന്നെ അലട്ടാൻ തുടങ്ങി. ആ വാർത്ത അത് ആ പെൺകുട്ടിയുടെ കാഴ്ചപ്പാടിൽ അതൊന്ന് തിരിച്ചിട്ട് നോക്കിയാണ്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ സമൂഹത്തിന്റെ പൊതു നിയമങ്ങളും ചട്ടങ്ങളും ഒന്നും ഒരു എഴുത്തുകാരിക്ക് ബാധകമല്ല. എഴുത്തുകാരിക്ക് അവളുടെ സാമ്രാജ്യത്തിൽ ഇപ്പൊ പറഞ്ഞതുപോലെ ഭരണഘടനയോ നിയമപുസ്തകങ്ങളോ IPC ഒന്നും നോക്കേണ്ട കാര്യമില്ല. അവൾക്ക് കൃത്യമായിട്ട് പക്ഷം പിടിച്ച് കഥ പറയാൻ പറ്റും. അത് കഥ ഉണ്ടായ കാലം മുതൽ അങ്ങനെയാണ്. വ്യാസന് 2 പക്ഷത്തോടും ഒരുപോലെ കാണിക്കുമ്പോൾ വ്യാസൻ മുതൽ പക്ഷം പിടിച്ചാണ് കഥ പറയുന്നത്. കഥ പറയുക എന്ന് പറയുന്നത് ഒരു പക്ഷം പിടിക്കുകയാണ്. ആ കഥാകൃത്തിന്റെ സൗകര്യത്തിനാണ് പക്ഷം പിടിക്കുന്നത്. അപ്പോൾ എൻ്റെ നാൽക്കാലി എന്നുള്ള കഥയിൽ പൂങ്കൊടി എന്ന് പറയുന്ന ഈ പെൺകുട്ടി അവളുടെ പക്ഷത്തു നിന്നാണ് ഞാൻ കഥ പറയുന്നത്. അത് കഥാകൃത്തിന് മാത്രം സാധ്യമാവുന്ന ഒരു എന്താ പറയാ ഒരു ആനുകൂല്യമാണ്. അപ്പോൾ കഥ എന്ന് പറയുന്നത് അത് ഉണ്ടായ കാലം മുതൽ അതിനൊരു വൈവിധ്യമുണ്ട്. ഇപ്പൊ നമ്മള് കഥയുടെ ഒരു ചരിത്രമൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ പറയുന്നത് സോമദേവൻ കഥാസാഗരം രചിക്കുന്നത് ദുഃഖിതയായ രാജ്ഞിയെ അവളുടെ ഡിപ്രഷനിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് അവളെ കഥ പറഞ്ഞു കൊടുക്കുന്നത്. അതേസമയം ഇവിടെ പഞ്ചതന്ത്രം പറയുന്നതോ വിഷ്ണുശർമ്മൻ പഞ്ചതന്ത്രം പറയുന്നത് അലസന്മാരായ കുമാരന്മാരെ നല്ല രാഷ്ട്രതന്ത്രജ്ഞരും മിടുക്കരുമായിട്ടുള്ള ഭരണാധികാരികളാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ കഥ പറച്ചിലിന് പലവിധ ഉദ്ദേശങ്ങളുണ്ട്. ആ പലവിധ ഉദ്ദേശങ്ങൾ തന്നെയാണ് അതിന്റെ മനോഹാരിത, അതിന്റെ ആ വൈവിധ്യം തന്നെയാണ്. അതിപ്പോ നമ്മൾ ഷെഹർസാദ് നമ്മളൊക്കെ കഥ പറയുമ്പോൾ ഷെഹർസാദിന്റെ കഥ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ? ഞാനൊക്കെ എൻ്റെ ജീവിതത്തിലെ ഫസ്റ്റ് ബുക്ക് എന്ന് ഞാൻ പറയുന്നത് അറബിക് കഥകളാണ്. ഈ അറബിക് കഥകൾ നമുക്കറിയാം രാജാവ് തന്റെ തല വെട്ടും എന്ന് ഭയത്തിലാണ് ഷെഹർസാദ് കഥ പറയുന്നത്. ആ ഭയത്തിന്റെ വക്കിലിരുന്ന് നേരത്തെ പറഞ്ഞതുപോലെ പൂർണ്ണമായിട്ടും ഭാവനയാണ്, 100% ഭാവനയാണ് ഷെഹർസാദിന്റെ കഥകളിൽ എന്ന് പറയുന്നത്. അനുഭവമല്ല അവിടെ മുൻതൂക്കം. അപ്പൊ അത്ര ആ അനുഭവത്തിന്റെ വൈവിധ്യം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ അത്ഭുതപ്പെടുത്തുന്ന അനുഭവമാണ്. അപ്പൊ ഓരോ ദിവസവും അപ്പൊ എനിക്ക് തോന്നിയിട്ടുണ്ട് പുരുഷന്മാർ, ഞാൻ പറയുന്നത് പക്ഷപാതമാവാം, പക്ഷെ പുരുഷന്മാരെക്കാൾ കഥ പറയാൻ ഒരു കരുത്ത് സ്ത്രീകൾക്കുണ്ട്. പലപ്പോഴും നമ്മൾ ഈ HR ട്രെയിനിങ്ങിനൊക്കെ നമ്മളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരാളോട് ഒരു കഥ പറഞ്ഞ് ഗോസിപ്പിങ്ങിനെ കുറിച്ച് പഠിപ്പിക്കാൻ നിങ്ങളൊക്കെ HR ട്രെയിനിങ് ഒക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം. ഗോസിപ്പിങ്ങിനെ കുറിച്ച് പറയാൻ ഒരു 10-30 പേരിൽ ഒരാളോട് ഒരു കഥ പറയും, അയാൾ മറ്റേയാളോട് കഥ പറയും. അങ്ങനെ ആ പ്രോസസ്സ് കഴിഞ്ഞ് അത് സ്ത്രീകളുടെ ഒരു കമ്മ്യൂണിറ്റിയിലാണെങ്കിൽ അവസാനം ഈ കഥ നമ്മളൊന്നും സങ്കല്പിക്കാത്ത വിധത്തിൽ മനോഹരമായിരിക്കും. സ്ത്രീകൾക്ക് കഥ പറയാൻ ഒരു പ്രത്യേക സിദ്ധി ഉണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് എൻ്റെ ഗ്രാമപ്രദേശത്തെ സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകളിൽ നിന്ന് തന്നെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം നമ്മളിപ്പോ മലയാള സാഹിത്യ ചരിത്രമൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ പറയും മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ ഇന്ദുലേഖയാണ്. ഇപ്പൊ സാഹിത്യന്റെ ലോകത്താണെങ്കിൽ പമേലയാണ്, സാമൂഹ്യ ജാക്സന്റെ പമേലയാണ്. അപ്പൊ ഞാൻ ആലോചിക്കും എന്തുകൊണ്ടാണ് ഇത് എഴുതിയതെല്ലാം പുരുഷന്മാരാണ്. പക്ഷെ എഴുതിയത് പുരുഷന്മാരാണെങ്കിലും അതിന്റെ തലക്കെട്ടിൽ വരുന്ന പേര് അവിടെ പമേലയാണെങ്കിൽ ഇവിടെ ഇന്ദുലേഖയാണ്. അതെന്തുകൊണ്ടാകാം? അല്ലെങ്കിൽ സ്ത്രീകളുടെ ഒരു അനുഭവ ലോകത്തിന് ഒരുപക്ഷെ പുരുഷന്മാരുടെ അനുഭവ ലോകത്തേക്കാൾ വൈവിധ്യവും ആഴവും ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ അത് കുറെ കൂടി ഹൃദയസ്പർശിയായിരിക്കും. അതുകൊണ്ടായിരിക്കാം ഈ കഥ പറയാൻ ഉള്ള ഒരു സ്ത്രീകളെ കേന്ദ്ര കഥാപാത്രമാക്കി പറയുന്നതിന്റെ ഒരു കൗതുകം സൂക്ഷിക്കുന്നത്. അതുപോലെ ഇതുണ്ടായ കേരളത്തിന്റെ നമ്മളൊരു ചരിത്രം നോക്കിയാൽ ഇവിടുത്തെ പുരുഷൻ ബിലാത്തിയിലേക്ക് പഠിക്കാൻ പോകുന്ന കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ മാറുമറയ്ക്കാനുള്ള അവകാശത്തിന് വേണ്ടി സമരം ചെയ്യും. വർഷത്തെ ഒരു ഗ്യാപ്പ് ഇവിടുത്തെ സ്ത്രീയും പുരുഷന്റെയും ലിറ്ററേച്ചർ തമ്മിലുണ്ട്.
നമ്മുടെ ആദ്യകാല കഥകളിലൊന്നായിട്ടുള്ള തലച്ചോറില്ലാത്ത സ്ത്രീകളിൽ തന്നെ പറയുന്നുണ്ട്, ഭാര്യയ്ക്ക് ബുദ്ധിയില്ലെന്നാണ്, ഭാര്യയ്ക്ക് കഥ എഴുതാനുള്ള, തൻ്റെ പോലെ കഥ എഴുതാനുള്ള സിദ്ധിയില്ല എന്ന്, അല്ലെങ്കിൽ അങ്ങനെ ഭാവനയിലേക്കുള്ള ലോകയിൽ നിന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന പുരുഷനെ അവൾ കഥ എഴുതിയാണ് തോൽപ്പിക്കുന്നത്. അപ്പൊ അത് വേറെ പേര്. അപ്പോൾ സ്ത്രീകളുടെ ഒരു വൈവിധ്യത്തിന്റെ ഒരു അനുഭവം അത് ആദ്യകാലം മുതലേ ഇവിടെ ഉണ്ട്. അപ്പോൾ ആ ഒരു പാരമ്പര്യത്തിന്റെ ഒരു തുടർച്ചയായിട്ട് എഴുതാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. കൂടുതൽ ചോദ്യങ്ങളും കൂടുതൽ ഉത്തരങ്ങളായിട്ട് നമുക്ക് തുടരാൻ ഒറ്റയടിക്ക് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കും. ടീച്ചർ പറഞ്ഞു വെക്കുന്നത് സ്ത്രീകളുടെ അനുഭവങ്ങൾ കുറച്ചുകൂടെ വൈവിധ്യമുള്ളതായിരിക്കുമെന്നാണ്. ശിഹാബുദ്ദീൻ സാറിന് ഈ ഒരു അഭിപ്രായത്തോട് സാർ എങ്ങനെയാണ് കാണുന്നതെന്ന് പറയാം. നമ്മളെ ഇത് പകർത്തി എഴുതിക്കുമ്പോൾ നമ്മൾ ചോദിച്ചിട്ട് പ്രസിദ്ധീകരിക്കണം കേട്ടോ. ഈ നമ്മൾ പറയുന്നത് നമ്മൾ വന്നിരിക്കുന്ന പോലെ ടൈപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അത് കോപ്പിറൈറ്റിന്റെ പ്രശ്നമുണ്ട്. ആണോ? അല്ല, അങ്ങനെയല്ല, നേരത്തെ ഉണ്ട്, നമ്മൾ ടൈപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ച് നമ്മൾ സംസാരിക്കുന്നത് ടൈപ്പ് ചെയ്യുന്നു. ഓക്കെ. വളരെ വളരെ പ്രസക്തമായ ഒരു വിഷയമാണ് ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഒരു കഥയുടെ പറഞ്ഞ പോലെ ഈ സമയത്തിന്റെ പരിമിതിക്കുള്ളിൽ അതിൻ്റെ ഇടയിലൂടെയാണ് ഈ സ്ത്രീയുടെ ഒരു വിഷയം, സ്ത്രീ അല്ലെങ്കിൽ ഇത് പ്രത്യേകമായി നമ്മൾ പറയേണ്ടതില്ല, ഒരു കഴിഞ്ഞുപോയ ഇത്രയും നൂറ്റാണ്ടുകൾ നമ്മുടെ കേരളത്തിൽ എങ്ങനെയാണ്, ഒരു 2 നൂറ്റാണ്ട് മാത്രം എടുത്താൽ മതി, ഒരു മനുഷ്യൻ എന്ന രീതിയിൽ പോലും പരിഗണിക്കപ്പെടാത്ത വിധമുള്ള ഒരു ജീവിതമായിരുന്നു അവർ. എൻ്റെ ഉമ്മയുടെ ജീവിതം അറിയാം, എൻ്റെ വല്യമ്മയുടെ ജീവിതം അറിയാം. ഇതൊക്കെ മാത്രം നോക്കിയാൽ മതി. അവരുടെ ജോലിക്ക് കൂലി എന്ന് പറയുന്ന ഒരു സംഗതി പോലും ഒരു ഇതായിട്ട് ഞാൻ പലപ്പോഴും എന്തുകൊണ്ടാണ് ഇവിടുത്തെ സ്ത്രീകൾ അവരുടെ വീടുകളുണ്ട്, അവരുടെ തൊഴിലിന് ഒരു വില എന്തുകൊണ്ടാണ് കണക്കാക്കപ്പെടാതെ പോകുന്നത് എന്ന് പലപ്പോഴും തോന്നുന്നുണ്ട്. എത്ര മണിക്കൂർ ജോലി ചെയ്യുന്നു. അപ്പം ഇത് ഒരു വശത്ത്, മറ്റ് അവരുടെ അവകാശവുമായി ബന്ധപ്പെട്ട സ്ത്രീ ഇതുമായി ബന്ധപ്പെട്ട അവകാശങ്ങളെ കുറിച്ചുള്ളത്. അപ്പൊ ഇതൊക്കെ വളരെ വളരെ പ്രസക്തമായി, ഇത് വളരെ ശക്തമായ നിലയിൽ തന്നെ ഇക്കാര്യം എഴുത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. അപ്പം എല്ലാ അർത്ഥത്തിലും പലതരത്തിലുള്ള സ്ത്രീയുടെ വിഷയം മാത്രമല്ല, മറ്റ് പല വിധത്തിലെ ജെൻഡർ ഇഷ്യൂസിനെയൊക്കെ അഭിസംബോധന ചെയ്യുന്ന തരത്തിലുള്ള ഒരു കാലത്തിലേക്കും അത്തരം കഥകളിലേക്കും കണ്ണു തുറന്ന് കൊണ്ടിരിക്കുന്ന കാലഘട്ടം കൂടിയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും അത്തരം കഥകളാണ് രേഖ ടീച്ചറിന്റെ അങ്കമാലിയിലെ മാങ്ങാക്കറിയും, പിന്നെ ശിഹാബുദ്ദീൻ സാറിന്റെ ആർക്കും വേണ്ടാത്ത ഒരു കണ്ണ്. നമുക്ക് സമയപരിമിതികൾ മൂലം ഓഡിയൻസിലേക്ക് വിട്ടുകൊടുക്കാമെന്ന് കരുതുന്നു. ചോദ്യങ്ങൾ ആർക്കെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ മുന്നോട്ട് വരാം. നമസ്കാരം, സാഹിത്യ രചനയിലെ വിദ്യാർത്ഥിയാണ്. മനസ്സിലാക്കിയിട്ടും എൻ്റെ ചോദ്യം ടീച്ചർ പറഞ്ഞല്ലോ, ഒരു സ്ത്രീക്ക് ഏറ്റവും മനോഹരമായി എഴുതാൻ കഴിയുന്നത് പുരുഷന്റെ അല്ലെങ്കിൽ വികാരത്തെ ആയിരിക്കും, അല്ലെങ്കിൽ പുരുഷന്റെ ക്യാരക്ടേഴ്സിനെ ആയിരിക്കും കൂടുതലായിട്ട്. ആ രീതിയിലല്ല ഞാൻ ചോദിക്കുകയാണ്, അങ്ങനെ ഒരു പുരുഷന്റെ ജീവിതത്തെ ഒരു കഥയിലേക്ക് വരുമ്പോൾ എന്തുകൊണ്ടാണ് ഒരു സ്ത്രീക്ക് ഒരു പുരുഷന്റെ ജീവിതത്തെ ഏറ്റവും നന്നായിട്ട് വിശദീകരിക്കാൻ പറ്റുന്നത്? അതുപോലെ തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുണ്ട്, പല കഥകൾ വായിക്കുമ്പോഴും ഒരു പുരുഷന്റെ ജീവിതത്തെ മനോഹരമായി എഴുതാൻ സാധിക്കുന്നത് ഒരു സ്ത്രീക്കും, ഒരു സ്ത്രീയുടെ ജീവിതത്തെ മനോഹരമായി എഴുതാൻ സാധിക്കുന്നത് പുരുഷനായിരിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു രീതി ടീച്ചറുടെ കാഴ്ചപ്പാടിൽ തോന്നുന്നത്? എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല.
അപ്പൊ ആണും പെണ്ണും മലയാളത്തിൽ നന്നായി എഴുതുന്ന അല്ലേ ഭാഷയുണ്ടായാലും അങ്ങനെയുണ്ട്. ഞാൻ പറഞ്ഞത് സ്ത്രീയുടെ അനുഭവങ്ങൾക്ക് വൈവിധ്യമുണ്ടെന്നുള്ളതാണ്, സ്ത്രീയുടെ അനുഭവങ്ങൾക്ക് കുറെ കൂടി ആഴമുണ്ടെന്നുള്ളതാണ്. നമ്മൾ ഈ കഥ പറച്ചിലിന്റെ പാരമ്പര്യമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ, ഈ ദാസ്ഥാൻ പാരമ്പര്യത്തിലൊക്കെ കഥ പറയുമ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മൾ കുന്തിരിക്ക് പുകച്ച് ആളുകളെ നാണയമൊക്കെ വാങ്ങി കഥ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാലം. സഞ്ചാരികളാണ് ആ കഥ പറച്ചിരുന്നത്. അപ്പോൾ പലപ്പോഴും ഞാൻ അവസാനമായിട്ട് പറഞ്ഞു വെച്ചത്, ഇവിടുത്തെ പുരുഷൻ ബിലാത്തിയിലേക്ക് പോകുമ്പോൾ ഇവിടുത്തെ സ്ത്രീ മാറുമറയ്ക്കാനും അടിസ്ഥാന വിദ്യാഭ്യാസത്തിനും സമരം ചെയ്യാം. അപ്പൊ നമ്മളെപ്പോഴും പറയും സഞ്ചരിക്കുന്നവർക്കാണ് അനുഭവം. നമ്മുടെ കഥ പറച്ചിലിന്റെ ഒരു പാരമ്പര്യവും അങ്ങനെ തന്നെയാണ്. സഞ്ചരിക്കുന്നവരാണ് ഓരോ ഗ്രാമത്തിൽ 5000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇവിടെ കഥ പറയുന്ന മനുഷ്യരുണ്ടാവും. അവര് ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് സഞ്ചരിച്ചുകൊണ്ട് കഥ പറയാം. നമ്മുടെ ഇപ്പൊ നമ്മൾ സൈക്കിൾ ചവിട്ടെന്നൊക്കെ പറയില്ലേ, സർക്കസുകാര്, നാടൻ സർക്കസുകാര് വരുന്നത് പോലെ ഒരു നാട്ടിൽ നിന്ന് അടുത്ത നാട്ടിലേക്ക് സഞ്ചരിച്ചുകൊണ്ട് കഥ പറയുന്ന ഒരു പാരമ്പര്യം നമുക്ക് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു പാരമ്പര്യത്തിൽ സഞ്ചരിക്കുന്നവർക്കാണ് കഥ പറയാൻ കഴിയുക, അല്ലെങ്കിൽ യാത്ര ചെയ്യുന്ന മനുഷ്യർക്ക് മാത്രമേ കഥ പറയാൻ കഴിയൂ എന്നുള്ള അതിന്റെ വിരുദ്ധമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഞാൻ പറഞ്ഞത്. ഷഹർസാദ് പൂർണ്ണമായിട്ടും ഭാവന കൊണ്ടാണ് കഥ പറയുന്നത്. അപ്പോൾ പലപ്പോഴും സ്ത്രീക്ക് അവളുടെ തീക്ഷ്ണമായിട്ട് അനുഭവത്തിൽ നിന്ന് അതിനെ വേറൊരു തരത്തിൽ ഉൽപ്പാദിപ്പിക്കുമ്പോൾ അതൊരു ഭാവനയായിട്ട് തന്നെ, ഭാവനയുടെ കരുത്തോടുകൂടി കഥ പറയാൻ പറ്റും. പറഞ്ഞതുപോലെ സഞ്ചരിക്കുന്ന പുരുഷന് ബദലായിട്ട് അവളുടെ ഭാവനയ്ക്ക് സഞ്ചരിക്കേണ്ടി വരുന്നു. അപ്പൊ അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ച പോയിന്റ്. അതായത് പുരുഷൻ സഞ്ചരിച്ചുകൊണ്ടും ലോകം രാത്രി, നമ്മുടെ നാട്ടില് നൈറ്റ് ലൈഫ് പെൺകുട്ടികൾക്ക് ലഭ്യമായിട്ട് എത്ര കാലം. ഞാൻ ഒരു പത്രസ്ഥാപനത്തിൽ ജോലിക്ക് ചേരാൻ തീരുമാനിച്ചപ്പോൾ അവിടെ 3 or 4 പെൺകുട്ടികളെ എടുത്തിട്ട് ഇനി പെൺകുട്ടികളെ എടുക്കില്ല, പ്രത്യേകിച്ച് രാത്രി തൊഴിലിന് പെൺകുട്ടികൾ പറ്റില്ല, കാരണം അവരുടെ താമസം, അവരുടെ ഇതൊക്കെ വലിയ പ്രയാസമാണ് എന്നൊക്കെ പറയുന്ന ഒരു കാലഘട്ടമാണ്. ഇന്ന് ആ സ്ഥാപനത്തിൽ ഒരു 50ഓളം പെൺകുട്ടികളുണ്ട്. അപ്പോൾ പെൺകുട്ടികളുടെ അന്ന് പെട്ടെന്ന് നമ്മുടെ ഒരു സമൂഹം, ഒരു കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കേരള സമൂഹം വലിയൊരു മാറ്റം സ്ത്രീകൾക്കുണ്ട്. ഈ പറഞ്ഞതുപോലെ രാത്രികള് കാണാൻ, രാത്രികളിൽ സഞ്ചരിക്കാനൊന്നും സ്വാതന്ത്ര്യമുണ്ടാവാതിരുന്ന ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് നമ്മൾ രാത്രികളിൽ സഞ്ചരിക്കാൻ ശീലിച്ചു. ലോകത്തിന്റെ ഏത് കോണിലേക്കും. പണ്ടൊക്കെ ആൺകുട്ടികളെ മാത്രമേ വിദേശ വിദ്യാഭ്യാസത്തിനായിട്ടുള്ളൂ. കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ നേഴ്സുമാരായിട്ടുള്ള പെൺകുട്ടികളെ മാത്രമേ അയക്കുള്ളൂ. ഇപ്പൊ പക്ഷെ അങ്ങനെയല്ല, ആൺകുട്ടികളെയും പെൺകുട്ടികളും ഒരുപോലെ വിദേശത്ത് തൊഴിൽ തേടി പോകും. അപ്പൊ സ്ത്രീയുടെ ഒരു ലോകം മാറി. പക്ഷെ ഒരു 10 വർഷം മുമ്പ് വരെ സ്ത്രീയുടെ അനുഭവത്തിന് വ്യത്യസ്തമായിരുന്നു. അപ്പൊ നമ്മള് ആദ്യകാലത്ത് നമ്മളിപ്പോ അന്തർജനക കഥ എഴുതുന്നത് വായിക്കുമ്പോൾ, നിങ്ങള് ശിഹാബ് ചേട്ടൻ അഷിതയെ ഇന്റർവ്യൂ ചെയ്തത് വായിക്കണം. നിങ്ങൾ വായിക്കാത്തവരുണ്ടെങ്കിൽ വായിക്കണം. ഞാൻ എൻ്റെ അടുത്ത കാലത്ത് എൻ്റെ ജീവിതത്തിൽ വായിച്ച ഏറ്റവും തീക്ഷ്ണമായിട്ടുള്ള അനുഭവം അഷിതയുടെ ആത്മകഥയാണ്. അതിൽ അഷിത പറയുന്നുണ്ട്, അഷിതയുടെ കഥകൾ വളരെ ചെറുതാണ്, കൊച്ചു കഥകളാണ്. അപ്പൊ ഇദ്ദേഹം ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ കഥകൾ എന്താണ് ഇത്ര ചെറുതായത്? അപ്പൊ അഷിത പറയുന്നുണ്ട്, അതെ അവരുടെ പിതാവിന് അവരുടെ പിതൃത്വത്തെ ചൊല്ലി അദ്ദേഹത്തിന്റെ മകളല്ല എന്ന് സംശയം തോന്നുകയും ഈ കുട്ടിയെ മെട്രോ നഗരങ്ങളിലൊക്കെ കൊടും തണുപ്പത്ത്, ഡൽഹിയിലെ ചെറിയ തണുപ്പത്തേക്ക് ഇറക്കി വിടുകയും അങ്ങനെ ഉപേക്ഷിക്കാൻ, ബസ്സുകളിലൊക്കെ ഉപേക്ഷിക്കാൻ, വലിയ തിരക്കുള്ള സ്ഥലങ്ങളിൽ അഷിതയെ ഉപേക്ഷിക്കാൻ ശ്രമിക്കുന്നു, പെറ്റിക്കോട്ടിട്ട് കൊടും തണുപ്പിലേക്ക് ഇറക്കി വിടുന്നു. അതൊക്കെ നമ്മളത് വായിക്കേണ്ട ഏറ്റവും നിർബന്ധമായിട്ടും സ്ത്രീ എഴുത്തിനോട് ആഭിമുഖ്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ അത് വായിച്ചിരിക്കുക, അല്ലെങ്കിൽ മനുഷ്യരെഴുതുന്നതിനോട് താല്പര്യം. അഷിത പറയുന്നത്, അഷിതയുടെ പിതാവ് കുറച്ച് കടലാസ് മാത്രം, ഏതാനും കടലാസുകൾ മാത്രമേ അവർക്ക് അനുവദിച്ചിരുന്നു. അപ്പൊ ഈ കടലാസിൽ നിന്നുകൊണ്ട് വേണം അവർക്ക് കഥകൾ എഴുതാൻ. അപ്പൊ അവരവരുടെ കഥയിലെ വാക്കുകളെ ആറ്റിക്കുറുക്കി, അനുഭവത്തെ ഇങ്ങനെ കുറുക്കി എടുത്ത് കുറഞ്ഞ കടലാസിൽ കഥ എഴുതും. ഇതിനും 2 തലമുറ മുമ്പുള്ള എഴുത്തുകാരിയാണ് അന്തർജനം. അന്തർജനം സിനിമ നോട്ടീസിന്റെ പുറകിലാണ് എഴുതിയത്. അപ്പൊ സ്ത്രീക്ക് കിട്ടുന്ന വിഭവം തന്നെ, എഴുതാനുള്ള ആ സ്പേസ് തന്നെ എത്ര കുറവാണ്. 2 തലമുറകളിലൂടെ സഞ്ചരിക്കുമ്പോഴും അതിന് മാറ്റം വരുന്നില്ല. ഇപ്പോ നമ്മള് രാജലക്ഷ്മിയുടെയും
നമ്മുടെ സരസ്വതിയമ്മ അടുത്ത കാലത്ത് നമ്മൾ സരസ്വതിയമ്മ അവരുടെ പുസ്തകത്തിന് അവതാരികയൊന്നും എഴുതാൻ ആളില്ലാതെയൊക്കെ വിഷമിച്ച അനുഭവങ്ങളൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. പക്ഷെ സരസ്വതിയമ്മയുടെ കഥയുടെ ഒരു തലക്കെട്ട് നോക്കുക പെൺബുദ്ധി എന്നാണ്. രാജലക്ഷ്മിയുടെ കഥയുടെ തലക്കെട്ട് പരാജിത എന്നാണ്. അപ്പൊ അതിൽ നിന്ന് തന്നെ അവരുടെ ഒരു പൊളിറ്റിക്സ് നമുക്ക് വ്യക്തമാവുന്നുണ്ട്. ഒരാള് മൃത്യുവിന്റെ ആയുധശാലയാണ് രാജലക്ഷ്മിയുടെ കഥകളിൽ നിന്ന് നിരൂപകരൊക്കെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അത് വളരെ വ്യക്തമാണ്. പരാജിത തലക്കെട്ടിട്ടവരാണ്. പെൺബുദ്ധി എന്നുള്ള തലക്കെട്ട് എഴുതി അല്ലെങ്കിൽ പുരുഷനോട് ബദലായിട്ട് നിൽക്കാൻ ഇവരുടെയൊക്കെ ആദ്യകാലത്തെ ഒരു സ്ട്രഗിൾ എന്ന് പറയുന്നത്, ഇവരെഴുതുക എന്ന് പറയുന്നത് തന്നെ വിപ്ലവമായിരുന്നു. അടുത്ത തലമുറ ഒരു മാധവിക്കുട്ടിയുടെയൊക്കെ ജനറേഷൻ വരുമ്പോൾ അവരെ പലരും ആക്ഷേപിക്കുന്നു, പലതരത്തിൽ തെറുക്കത്തുകൾ എഴുതുന്നു എന്നൊക്കെ പറയുന്നു. ഏറ്റവും പുതിയ തലമുറയ്ക്ക് വരുമ്പോൾ ഇത്തരം തടസ്സങ്ങളൊന്നുമില്ല. കാലം ഇപ്പൊ ഇങ്ങനെ ഒരു തെറിവിളിയോ അല്ലെങ്കിൽ ഇങ്ങനെ ഇത്തരത്തിലുള്ള പ്രയാസങ്ങളൊന്നും അവർ നേരിടുന്നില്ല. അവര് കുറെ കൂടി വേറെ തരത്തിലുള്ള ലോകത്തിന്റെ ഗതിവേഗത്തിലൊക്കെ സഞ്ചരിക്കാനുള്ള പ്രയാസങ്ങളെ പുതിയ തലമുറയിലെ സ്ത്രീ എഴുത്തുകാരെ നേരിടുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു വൈവിധ്യത്തിനിടയിൽ എനിക്ക് തോന്നിയിട്ടില്ല സ്ത്രീകളുടെ അനുഭവം എഴുതുന്നതാണ് ഇവര് നല്ല എഴുത്തുകാർ. ഇപ്പൊ ബഷീർ എന്തെഴുതിയാലും, സ്ത്രീയുടെ കഥ എഴുതിയാലും പുരുഷന്റെ കഥ എഴുതിയാലും മനോഹരമാണ്. അത് അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. അത് സ്ത്രീയുടെ അനുഭവത്തിന് ആഴവും പരപ്പും കൂടും എന്ന് മാത്രമാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. വളരെ സന്തോഷം ഷിയാക്ക് രേഖയും ഇവിടെ വന്നതിൽ, മലയാള യൂണിവേഴ്സിറ്റി വന്നതിൽ. ഷിയാക്കോടാണ് പ്രധാനമായിട്ട് ചോദിക്കാനുള്ളത്. എനിക്ക് തോന്നുന്നു നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കും അദ്ദേഹത്തിൻ്റെ ജീവപര്യന്തം എന്ന് പറയുന്ന കൃതി. കുറച്ചുപേരെങ്കിലും വായിച്ചിട്ടുണ്ടായിരിക്കും. അപ്പം ഷിഹാബുദ്ദീൻ പൊയ്ത്തുംകടവിനെ ശ്രദ്ധിക്കുന്ന ഒരാളെന്ന രീതിയിൽ ഇത്രയധികം എന്താ പറയുക വ്യത്യസ്ത ജോലികൾ ചെയ്ത ഒരാൾ, അദ്ദേഹത്തിൻ്റെ ജീവൻ തന്നെ ശരിക്കും വളരെ ലൈഫ് ഈസ് ഫിക്ഷൻ ദാൻ ഫിക്ഷൻ എന്ന് പറയുന്ന പോലെയാണ് തോന്നുന്നത്. ഷിഹാബുദ്ദീൻ പൊയ്ത്തുംകടവ് അനുഭവിച്ച ജീവിതം എത്രമാത്രം എഴുത്തിൽ വന്നിട്ടുണ്ടെന്ന് എനിക്ക് സംശയമാണ്. അത്രയധികം വളരെ വ്യത്യസ്തമായ സ്ഥലങ്ങളിലും വ്യത്യസ്തമായ ജീവിതാനുഭവങ്ങളോട് കടന്നു പോകുന്ന ഒരാളാണ്. ജീവപര്യന്തം എന്നുള്ളത് അതിൻ്റെ ഒരു ഭാഗമാണ്, ആമുഖം മാത്രമേ ആവുന്നുള്ളൂ. പിൽക്കാലത്ത് എനിക്ക് തോന്നുന്നു നോവലിലൊക്കെ കുറച്ച് അംശങ്ങൾ ഇങ്ങനെ വരുന്നുണ്ടെങ്കിലും ഇപ്പം വളരെ കേരളത്തിനും പുറത്തും പല തരക്കാരായ മനുഷ്യരിടയ്ക്ക്, പല സ്വഭാവമുള്ള പല തരക്കാരായ മനുഷ്യരിടയ്ക്ക് ഒരുപാട് ജീവിതങ്ങൾ ജീവിച്ച ഒരാളാണ് ഷിയാക്ക. അപ്പൊ അതിന്റെ വളരെ ചെറിയൊരു അംശം എഴുത്തിൽ വന്നിട്ടുള്ളൂ. അപ്പം എനിക്ക് തോന്നുന്നു സ്ത്രീകൾക്ക് പലപ്പോഴും രേഖയ്ക്ക് അനുഭവങ്ങളുടെ കുറവ് കാരണം, അല്ലെങ്കിൽ അനുഭവങ്ങൾ വൈവിധ്യം കിട്ടാൻ വേണ്ടി ജേർണലിസ്റ്റായി അങ്ങനെയൊക്കെ വരുന്ന ഒരു അവസ്ഥ പല ആളുകൾക്കും ഉള്ളപ്പോൾ, അതുപോലെ എഴുത്തുകാരികൾ ഇങ്ങനെ മറ്റ് സ്ഥലങ്ങളെയൊക്കെ അന്വേഷിച്ച് പോവാണ് അനുഭവങ്ങൾക്ക് വേണ്ടി പോകുമ്പോൾ, ഈ അനുഭവങ്ങളുടെ അതിനെ കാണുന്ന രീതിയിൽ വ്യത്യാസമുണ്ട് കേട്ടോ. തീർച്ചയായും ആണും പെണ്ണും ലോകത്തെ കാണുന്ന രീതിയിൽ വലിയ വ്യത്യാസമുണ്ട്. പക്ഷെ ഇത്രയധികം അനുഭവങ്ങളുടെ ഒരു വൈപുല്യത്തിലും വൈവിധ്യത്തിലും ഒക്കെ നിന്നിട്ട് ജീവിതത്തെ കാണുമ്പോൾ പറയാതെ പോയതാണ് ഏറെ എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. പറഞ്ഞതിനേക്കാൾ എത്രയോ അധികം പറയാനുണ്ടെന്നാണ് തോന്നുന്നത്. അപ്പം എന്തായിരിക്കും തീരെ പറയാതെ പോയ കാര്യം? എന്തായിരിക്കും തീരെ പറയാതെ പോയ മേഖല? ഒന്ന്. രണ്ടാമത് അഷിതയുടെ ഞരമ്പ് പൊട്ടുന്ന കരച്ചിൽ വായിച്ചിട്ട് കേരളം മുഴുവൻ കരഞ്ഞതാണ്, മലയാളം മുഴുവൻ അത് വായിച്ച് കരഞ്ഞതാണ്. അപ്പോൾ പിന്നെ ഇങ്ങനെ അഷിതയെ പക്ഷെ അങ്ങനെ ഇന്റർവ്യൂ ചെയ്യാൻ ഷിയാക്കൊക്കെ പറ്റുണ്ടാവുള്ളൂ. കാരണം പുരുഷനെ മനസ്സിലാക്കുന്ന സ്ത്രീയും സ്ത്രീയെ മനസ്സിലാക്കുന്ന പുരുഷനൊക്കെ അത് ആ രീതിയിൽ തന്നെ മനസ്സിലാവുള്ളൂ. കഥയിൽ നിന്ന് നോവലിലേക്ക് വരുമ്പോൾ എന്തായിരുന്നു മാധ്യമപരമായിട്ടുള്ള വ്യത്യാസം? നോവൽ എഴുതുമ്പോൾ കഥയിൽ നിന്ന് നോവലിലേക്ക് മാറുമ്പോൾ എന്താണ് അനുഭവപ്പെട്ട വ്യത്യാസം എഴുതുന്ന രീതിയിൽ? പിന്നെ എന്താ പറയുക, എഴുതാതെ പോയ ഈ വലിയ ഭൂഖണ്ഡങ്ങളെയൊക്കെ എങ്ങനെ കൊണ്ടുവരും? എവിടെയാണ് ഇനി എന്താണ് തീരെ പറയാതെ പോയത്? ഞാൻ സ്വയം ആലോചിക്കുന്ന ഒരു കാര്യമാണ് ടീച്ചർ പറഞ്ഞത്. ഞാൻ ഒരു എഴുത്തുകാരൻ മാത്രമായി ജീവിച്ചിരുന്നെങ്കിൽ
എൻ്റെ വീട്ടിൽ അനേകം ദുരന്തങ്ങളൊന്നും ഒഴിക്കുമായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ ഈ ഇപ്പം പറയാമല്ലോ സാഹചര്യവശാൽ പട്ടിണി മരണം വരെ നടന്നു. എൻ്റെ ഒരു അനിയത്തി അങ്ങനെയാണ് മരിച്ചത്. ആശുപത്രിയിൽ കൊണ്ടുപോയി അവിടുത്തെ നാട്ടുപുറത്തെ അവിടെ നിന്ന് ഒരു 1.5 കിലോമീറ്ററിനോട് ഹെൽത്ത് സെൻ്റർ, അന്ന് ഒരു 5-8 കട്ടിലേക്കുള്ള ഒരു സ്ഥലമായിരുന്നു. മരിച്ചൊന്ന് ഉറപ്പ് വരുത്തി. ചെറിയ കുട്ടിയാണ് അവിടെ, ഒരു 3.5 വയസ്സ്. ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പൈസ ഇല്ലാത്തതുകൊണ്ട് നമ്മളൊരു തുണിയിൽ പോയി ബസ്സിലാണ് വന്നത്. അപ്പോൾ അവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ കട്ടി വീട്ടിലേക്കെത്ത്. പിന്നെ അവിടുന്ന് വീണ്ടും നടക്കണം, റോഡൊന്നും വന്നില്ല. ഇതിൽ മുതൽക്ക് അങ്ങോട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പം തൊഴിലിൻ്റെ കാര്യം ഞാൻ നാളെ എൻ്റെ കഥകളുടെ ഒരു ഇംഗ്ലീഷ് വേർഷൻ വരുമ്പോൾ അത് പബ്ലിഷ് ഒരു ബയോഡാറ്റ ചോദിച്ചുകൊണ്ട്, പിന്നെ നമ്മുടെ സാധാരണ പുസ്തകങ്ങളിലൊക്കെ മലയാള പുസ്തകത്തിൽ ഇത്ര ജനിച്ചു മറ്റേത് അങ്ങനെ സാധാരണ ഒരു ഫോർമാലിറ്റി കിട്ടും. അപ്പോൾ അത് പോരാ, നിങ്ങൾ ചെയ്ത എന്താണ് ജോലി, നിങ്ങളെ അങ്ങനെ തുടങ്ങി. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, എൻ്റെ ജോലികൾ എഴുതാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് അനേകം പേജുകൾ കിട്ടും. ഒരു 10-50 ജോലികൾ ചെയ്തു. ഒരേ സമയം തന്നെ 3-4 ജോലികൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്തുകൊണ്ടാണ് ഞാൻ വീട്ടിലെ മൂത്ത ആളാണ്. വീടുണ്ടായിരുന്നില്ല. വീടുണ്ടായിരുന്നു വെച്ചാൽ ഉണ്ട് ഇല്ലയോ വെച്ചില്ല. അങ്ങനത്തെ വീടൊക്കെ വലിയ കലഹങ്ങളും ബഹളങ്ങളൊക്കെ ഇല്ല. അങ്ങനെ പുസ്തകം എന്നോട് ചില ആളുകൾ ചോദിക്കും, എങ്ങനെയാണ് ഈ വീട്ടിലെ ലൈബ്രറി വിദ്യാലയത്തിൽ ഒരു ലൈബ്രറിയും അയാളുടെ ഒരു എഴുത്തുമുറിയും ഒരല്പം കറങ്ങുന്ന ചെറിയ കസേരയൊക്കെ ഒന്ന് ചെറുതായി ഇങ്ങോട്ടൊക്കെ നീക്കാൻ പറ്റുന്ന കസേരയൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നത് ഞാൻ ചോദിച്ചു. ഈ എഴുതി തുടങ്ങുന്ന ഒരു കാലത്തുള്ള പുസ്തകം ഒക്കെ ലൈബ്രറി സിസ്റ്റം ഒക്കെ വീട്ടിലൊക്കെ എങ്ങനെയായിരുന്നു. ഞാൻ പറഞ്ഞു, എൻ്റെ വീട്ടിൽ ഒരേ ഒരു പുസ്തകമേ ഉണ്ടായിരുന്നു. വളരെ ചെറിയൊരു പുസ്തകമാണ്, അധികം പേജൊന്നും ഇല്ല, എന്നാലും ചെറിയൊരു പുസ്തകം. അതിൻ്റെ പേര് റേഷൻ കാർഡ് എന്നുള്ളത്. അതിൽ നിറയെ നമ്മുടെ ദുഃഖങ്ങൾ വാങ്ങിക്കാൻ പറ്റാതെ പോയ പഞ്ചസാര, മണ്ണെണ്ണ കലർന്ന നിലയിൽ അവിടെ കലർന്നു കിടക്കുന്ന. അപ്പോൾ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരു പിന്നെ ഉള്ളത് തൊട്ടടുത്ത വീട്ടിൽ ഖുർആൻ എന്ന് പറഞ്ഞ് ഓതാൻ വേണ്ടിയിട്ട് വായ്പ വാങ്ങിക്കുന്ന ഒരു പുസ്തകം ഇതേ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ എഴുത്ത് എന്നുള്ള സാധനം പലപ്പോഴും ഞാൻ എപ്പോഴും മാറ്റിവെച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. കാരണം എനിക്ക് ചുറ്റുമുള്ള ആളുകളൊക്കെ എനിക്ക് രക്ഷപ്പെടുത്തി എടുക്കണം എന്നുള്ളൊരു ദൃഢപ്രതിജ്ഞ ഉണ്ടായിരുന്നു. കാരണം എൻ്റെ ഉപ്പ വളരെ എന്താണ് പറയുക, ഉത്തരവാദിത്വബോധം വളരെ കുറഞ്ഞ ഒരാളാണ്. അതൊക്കെ അന്തരീക്ഷങ്ങളൊന്നും പറഞ്ഞാൽ ഇല്ല. അപ്പോൾ അതൊക്കെ ഒരുവിധം രക്ഷപ്പെടുത്തി എടുത്തു. സത്യം നല്ല വീടായി, അവരൊക്കെ അത്യാവശ്യം പഠിപ്പിക്കാനും ഉദ്യോഗത്തിലൊക്കെ ജോലിയിലൊക്കെ കയറ്റാനൊക്കെ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു എഴുത്തുകാരനേക്കാൾ അഭിമാനിക്കുന്നത്, അല്ലെങ്കിൽ എനിക്ക് സംതൃപ്തി നൽകുന്നത് അത്തരം ഒരു സംഗതിയാണ്. അതുകൊണ്ട് ഞാൻ ഒരുപാട് മാറ്റിവെക്കപ്പെട്ട എൻ്റെ ഒരുപാട് അവസരങ്ങൾ, പലതരത്തിലുള്ള അവസരങ്ങൾ, ഇപ്പോൾ സിനിമയിലെ അവസരങ്ങൾ തുടങ്ങിയുള്ള ഒരുപാട് ഒക്കെ മാറ്റിവെച്ച മലയാളത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ആദ്യകാല സീരിയലുകൾ അത് എഴുതിയ ഞാനാണ്. നമ്മുടെ മലയാള സിനിമയിൽ ഒരു വലിയ ലാൻഡ്മാർക്ക് ആയിട്ടുള്ള ഡയറക്ടർ PN മേനോനാണ് അതിൻ്റെ കസവ്. ആദ്യത്തെ ദീർഘ സീരിയൽ, മെഗാ സീരിയൽ എന്ന് പറയാം, അതുവരെ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ പക്ഷേ ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത് ഈ നമ്മുടെ കുട്ടികളെ കുറിച്ചായിരുന്നു എപ്പോഴും ഒരു കണ്ണ്. അതിനുവേണ്ടി ഞാൻ ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിട്ടില്ല എന്നാലാവുന്ന വിധത്തിൽ. കാരണം നമുക്ക് മുന്നിലുള്ള തൊട്ടടുത്ത് ഉള്ള ശ്വാസോച്ഛ്വാസമാണ് ഏത് ഇതിനേക്കാൾ പ്രധാനപ്പെട്ട, അതിൻ്റെ മിടിപ്പുകളാണ് പ്രധാനപ്പെട്ട എന്ന് ഞാൻ വിചാരിക്കുന്ന ആളാണ്. അല്ലാതെ നമ്മൾ വലിയ തിയറികളും അതുമൊക്കെ നമുക്ക് എഴുതാൻ ഒരു ചാൻസ് കിട്ടിയിരുന്നെങ്കിൽ അത് എഴുതിപ്പോയാൽ. അപ്പോൾ ആയുസ് ആരോഗ്യം ഉണ്ടെങ്കിൽ
ഒരുപക്ഷെ അതൊക്കെ എഴുതാൻ പറ്റി എന്ന് വരും എന്നുള്ളത് തന്നെയാണ് എൻ്റെ വിശ്വാസം. നമസ്കാരം. മലപ്പുറത്ത് ഒരു വിജയകരമായ സാഹിത്യോത്സവം കഴിഞ്ഞതിന് ശേഷമാണ് ഷാഫ്ക വരുന്നത്. ഷാഫ്ക തൊപ്പില്ലാതെ ആദ്യമായിട്ടാണ് കാണുന്നത് ഞാൻ നേരിട്ട്, ഒരു പൂർവ്വമാണ്. പിന്നെ എൻ്റെ ചോദ്യം, ഇപ്പോൾ എഴുതാതെ പോയ കൃതികളെ കുറിച്ച് അല്ലെങ്കിൽ സംഭവങ്ങളെ കുറിച്ച് സുനിത ടീച്ചർ ചോദിച്ചു. എഴുതിയ പുസ്തകങ്ങൾ 40-ലേറെ പുസ്തകങ്ങൾ എഴുതിയ ഒരാളെന്ന നിലയ്ക്ക് താങ്കളുടെ പല പുസ്തകങ്ങളും ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ അല്ല, പുതിയ തലമുറകൾക്കൊന്നും. അതിന് കാരണം ഞാൻ ചെറുതായിട്ട് ചോദിക്കുന്ന സമയത്തിൻ്റെ എത്രയുണ്ടെന്ന് അറിഞ്ഞൂടാ. ഇപ്പം ഇന്ന് മാതൃഭൂമിയിൽ ഒരു ലേഖനത്തിൽ കണ്ടു, എഴുത്തുകാർ തമ്മിലുള്ള ഈ കൂടിച്ചേരലുകൾ ബന്ധങ്ങൾ കുറഞ്ഞു വരികയാണ്. അങ്ങനെ എന്തെങ്കിലും കാരണമുണ്ടോ പുസ്തകങ്ങൾ മാർക്കറ്റിൽ അവൈലബിൾ ആകാത്തതിന്, അല്ലെങ്കിൽ കൂടുതൽ എല്ലായിടത്തും ലഭ്യമാകാത്തതിന് എന്നാണ് എൻ്റെ ചോദ്യം. താങ്ക് യു. ഞാൻ ഒരു പരിധിക്കപ്പുറം അതിനെക്കുറിച്ച് ഗവേഷണമായിട്ടുള്ള ഒരാളല്ല. എനിക്ക് എൻ്റെ ശ്രദ്ധ മുഴുവൻ എഴുത്തുമായി ബന്ധപ്പെട്ടതാണ്. ഒരു കഥ എഴുതാനെടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ ചിലപ്പോഴും വളരെ ദീർഘമായിരിക്കും. ഇപ്പം ഈസ എന്ന് പറഞ്ഞൊരു കഥ എത്ര പേർ വായിച്ചെന്ന് എനിക്കറിയില്ല. 22 ദിവസം കൊണ്ടാണ് ആ കഥ എഴുതുന്നത്. 22 ദിവസം ഒരു ചെറുകഥക്ക് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അത് അയുക്തികമായ നിലയിൽ കണക്കാക്കപ്പെട്ട. അതേസമയം മറ്റൊരു കഥ ഉമ്മ നട്ട മരങ്ങൾ എന്ന് പറഞ്ഞൊരു കഥ ഒരു 2 മണിക്കൂർ കൊണ്ട് എഴുതിയാണ്. അപ്പം ഈ കഥകൾ എല്ലാം തന്നെ എന്നാലാവുന്ന വിധത്തിൽ അതിൻ്റെ പരമാവധി അതിനോടാണ് ഞാൻ കൂടുതൽ ശ്രദ്ധിക്കുന്നത്, എഴുത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അല്ലെങ്കിൽ എഴുത്തുമായി ബന്ധപ്പെട്ട് എനിക്ക് വരുന്ന പ്രശസ്തിയെക്കുറിച്ച് ഒരു പരിധിക്കപ്പുറം ഞാൻ കൺസേൺ അല്ല എന്നുള്ളതാണ് വിശ്വസിച്ചാലില്ലെങ്കിൽ. അപ്പോൾ എന്തിനാണ് പിന്നെ പ്രസിദ്ധീകരിക്കാൻ കൊടുക്കുന്നത് ചോദിക്കും. അത് നമ്മളെ പോലത്തെ മനുഷ്യരെ എവിടെയെങ്കിലും ഉണ്ടാവില്ല, അവർക്ക് വായിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അത് മാർക്കറ്റിംഗ് സംഭവമായിട്ട് ബന്ധപ്പെട്ട ഈ കാര്യങ്ങൾ എഴുതാൻ എനിക്ക് വളരെ ലജ്ജയുള്ളതാണ്. അങ്ങനെ എഴുതുന്ന തെറ്റെന്ന് ഞാൻ പറയില്ല, തെറ്റെന്ന് പറയാൻ കുറ്റപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ എഴുതുന്നതാണ് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. ഞാൻ വായന അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് കണക്കാക്കുന്ന ഒരാളാണ്. ഞാൻ വളരെ സെലക്റ്റീവായിട്ടുള്ള വായനക്കാരനാണ്. അതെൻ്റെ പരിമിതി ആയിരിക്കണം. വായന അതിന് എപ്പോഴും തന്നെ കൂടെയുള്ള ഒരാളാണ്. പക്ഷെ വായന ഒരുപാട് സമയം എൻ്റെ എഴുത്തിന് അപകരിക്കുന്നതിൻ്റെ ഒരു കാരണമായി തീരുന്നുണ്ട് ചിലപ്പോൾ തോന്നാറുണ്ട്. അത്രയും സമയം ഇന്നാളെ ഞാനൊരു വർഷം 3 നോവലുകൾ എഴുതിയിരുന്ന ഒരാളാണ്. ഞാൻ അത്ഭുതത്തോടെ എങ്ങനെയാണ് സാധിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണല്ലോ. അപ്പം ഞാൻ ചോദിച്ചു എങ്ങനെ ഈ വായനയൊക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചു. വായിക്കാൻ എനിക്ക് ഭയങ്കരമായ ദേഷ്യം തോന്നി. എഴുതാൻ തന്നെ നേരം കിട്ടുന്നില്ല വായന. അയാൾ സത്യത്തിൽ വലിയ സന്തോഷവും നേരവും ഉള്ളത് പറഞ്ഞല്ലോ, പാവം മറ്റൊന്നും പറഞ്ഞില്ലല്ലോ. അപ്പോൾ അതേസമയം ഈ എഴുത്ത് പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് എനിക്ക് ഇഷ്ടപ്പെട്ട നമ്മുടെ നല്ല പെർഫെക്ഷനുള്ള ഈ എഴുതിയതിന് അപ്പുറത്തേക്ക് നമുക്ക് ഒരുപാട് വ്യാഖ്യാനക്ഷമത തരുന്ന, പല കാലങ്ങളിൽ സഞ്ചരിക്കാൻ പ്രാപ്തിയുള്ള, പല സ്ഥലങ്ങളിലേക്ക് സഞ്ചരിക്കാൻ പ്രാപ്തിയുള്ള അത്തരം എഴുത്തുകൾ. അത് വലിപ്പം എന്നുള്ളതിനേക്കാളാതെ ചെറിയ സന്ദർഭങ്ങളായിരിക്കും. നമ്മളിപ്പോൾ സൂഫിസത്തെ കുറിച്ച് എഴുതുന്നു. സൂഫിസം നമ്മൾ വായിച്ചിട്ടുണ്ട്, വായന പഠിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ അനുഭവപരമായ സൂഫിസം എന്നുള്ള സമയത്ത് എൻ്റെ നാട്ടിൽ ഞാൻ കണ്ട ഒരു ആദ്യത്തെ സൂഫി എന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്ന ഒരു സൂഫിയല്ല. അയാൾ ഈ എടമ്പക്ക എന്ന് പറയും, എടമ്പക്ക എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ പുഴയോര പ്രദേശം, പടവട്ടണം പുഴയുടെ തീരങ്ങളിലാണ്. അപ്പോൾ അവിടെ നിന്ന് പഴയ കാലം ഒരു മനുഷ്യനെ കാണാറുണ്ട്. ഞാൻ എത്ര വർഷങ്ങളായി മരിച്ചിട്ടൊക്കെ ഒരുപാട് വർഷം, പക്ഷെ ഞാൻ അയാളൊന്ന് ഓർക്കും എന്തുകൊണ്ടാണ് അയാൾ എക്സ്പോസ് ചെയ്യപ്പെടാതെ പോയി എന്നത്. അയാൾ പണിയെന്ന് ചെറിയൊരു തോണി ഉണ്ട്, ആ തോണിയിൽ
കയറിയിട്ട് വേലിയേറ്റം ഇറക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങളെ പുഴക്ക് വേലി ഏറ്റ സമയത്ത് പോയി വേലി ഇറക്കുന്ന സമയത്ത് അവിടെ നിന്ന് ഈ ഇളമ്പക്ക കക്കയാണ് ഇളമ്പക്ക എന്ന് പറയുന്നത്. അത് വലി ചാക്കിലാക്കി പിന്നെ അത് തലച്ചോടായിട്ട് വിറ്റ് വീട് വരെ വിൽക്കുകയാണ്. അപ്പോഴേക്കും തീർന്നിട്ടുണ്ടാവും. ഒരു കടയിൽ ഒരു ഹോട്ടലിൽ ഇരുന്നിട്ട് ഇയാളെ പള്ളിയിൽ നിന്ന് പുറത്തിട്ടാണ്. അപ്പൊ അതിന്റെ പേരിൽ ഒരാൾ പറയും, എല്ലാം നീ ഇങ്ങനെ ആയാലും ഇങ്ങനെ പള്ളിയിൽ നിന്ന് പോയിക്കൂടെ, നിനക്ക് മരിക്കണ്ടേ? മരിച്ചു കഴിഞ്ഞാൽ ഖബറിൽ ഒരു ചോദ്യം ഉണ്ടാവും. എന്താ ചോദ്യം എന്ന് പറഞ്ഞാൽ മൻ റബ്ബുക എന്ന് പറഞ്ഞാൽ നിന്റെ റബ്ബാര്. അത് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനൊക്കെ കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടി കഴിയുമ്പോഴാണ് നമുക്ക് സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറന്നിട്ടപ്പെടും. മൻ റബ്ബുക എന്ന് പറഞ്ഞാൽ നീ എന്താ പറയാ, അതായത് നിന്റെ ദൈവം ആരാണെന്ന് വെച്ചാൽ അദ്ദേഹം ജീവിതത്തിൽ ഒന്നും വായിച്ചിട്ടില്ല. പക്ഷെ ഞാൻ അത്ഭുതപ്പെട്ടു പോയി, എങ്ങനെയാണ് അദ്ദേഹത്തിന് അത് പറയാൻ പറ്റും. ഞാൻ വല്ലാതെ അത്ഭുതത്തോടെ നോക്കി. അയാൾ പറഞ്ഞു, അങ്ങനെ ചോദിച്ചാൽ ഞാൻ പറയും എന്റെ റബ്ബ് 2 അളമ്പക്കയെന്ന് പറയും. മൻ റബ്ബുക എന്ന് പറഞ്ഞാൽ 2 അളമ്പക്ക എന്ന് പറയും. അപ്പൊ ആളുകളൊക്കെ അവിടെ ശരിക്കൊക്കെ ചെയ്തു. പക്ഷെ ഞാൻ അനേക വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഞാനിങ്ങനെ ഓർക്കുന്നു, അതൊരു ബൈബിൾ വചനം കൂടിയായിരുന്നല്ലോ ഈശ്വര. അത് കാരണം അദ്ദേഹം ബൈബിൾ വായിച്ചിട്ടില്ല. പിന്നെ ഇങ്ങനെ അത് പറഞ്ഞു. മഹത്തായ പല കൃതികളിലും അത്തരം സംഗതിയെ ഓർമ്മിച്ചുകൊണ്ട് പല സന്ദർഭങ്ങളും നമ്മൾ കാണുന്നുണ്ടല്ലോ. അയാൾ വായിച്ചിട്ടില്ല, പിന്നെ അയാൾക്ക് എങ്ങനെ പറയാൻ കഴിയും? അതുപോലെ ഒരു നമ്മുടെ ജീവിതത്തിന് അപ്പുറത്തേക്ക് എത്തിക്കുന്ന ഒരു ജീവിത ക്രമത്തെ കൂടി നമ്മൾ കഥയിലൂടെ ആവശ്യമില്ല. കഥ വെറും കഥയല്ല, കഥ സ്വയം സഞ്ചാരിയായി നമുക്ക് ചുറ്റും പോവുകയൊക്കെ വളരെ പുസ്തകത്തിൽ ഇങ്ങനെ വരുന്ന അതിൻ്റെ അതേക്കുറിച്ചുള്ള ഒരു പരിധിക്കപ്പുറം ഞാനത് അത്ര അധികം അത്ര കൺസേൺ അല്ലാത്ത ഒരാളാണ്. കാരണം സംസാരിക്കുമ്പോൾ ഞാൻ ഓർത്തിരുന്നത് ഷിഹാബ്കയുടെ കഥകളായിരുന്നു. ഇപ്പോൾ കാട്ടിലേക്ക് പോകല്, കുഞ്ഞ്, ഉമ്മ നട്ടമരം, ഏട്ടത്തി, അപ്പോൾ ഇതിലൊക്കെ കാണുന്ന മലബാറിലെ മുസ്ലിം സ്ത്രീ ജീവിതങ്ങളുണ്ട്. ഇതൊക്കെ റൈറ്റിംഗ് പ്രോസസ്സിൽ സ്ത്രീ ജീവിതങ്ങളെ നെറേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളൊരു ഗുണഫലം, ഈ അനുഭവങ്ങളൊക്കെ അനുഭവിച്ചറിഞ്ഞതിന്റെ പശ്ചാത്തലത്തിൽ അതുപോലെ എന്തെങ്കിലും സംഘർഷങ്ങൾ നേരിട്ടുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് പറയും. ഇല്ല, ഞാൻ എൻ്റെ ജീവിതം നോക്കി എഴുതുന്നത് മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ കണ്ട ഏറ്റവും വലിയ സ്ത്രീ ആരെന്ന് വെച്ചാൽ എൻ്റെ ഉമ്മയാണ്. എല്ലാ അമ്മമാരും ഒരു സവിശേഷതയുള്ള ആളുകളായിരുന്നു. മക്കൾക്കാണ് കൂടുതൽ മനസ്സിലാവും അവരുടെ സവിശേഷത. എൻ്റെ ഉമ്മ 4ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഉമ്മയുടെ ഒരു ഉദാഹരണം പറയുന്നു, കാലഘടന പറയുന്നതിനെ കുറിച്ച്. ഇടയ്ക്ക് ഞാൻ ഉമ്മാനോട് വെറുതെ തമാശക്ക് ചോദിക്കും, ഉമ്മാൻ്റെ വയസ്സായിരുന്നു. അവിടെ ഈ കഴിഞ്ഞ റജബ് 50 വയസ്സായിരുന്നു. ഞാൻ പറഞ്ഞു, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഉമ്മ എന്നാ പേര് വിളിക്കരുത്, ഇക്കാക്കാന്ന് വിളിക്കണം പറഞ്ഞു. അതെന്തിനാന്ന് പറഞ്ഞത്, തന്നേക്കാൾ പ്രായമുള്ളവരെ ഇക്കാക്കാന്ന് വിളിക്കുകയല്ല, അങ്ങനെ പഠിപ്പിച്ചില്ലെന്ന്. ഞാൻ പിന്നെ അതിനെക്കുറിച്ച് തമാശ പറഞ്ഞില്ലല്ലോ. ഞാൻ പിന്നെ അതിനെക്കുറിച്ച് ഒരുപാട് ആലോചിച്ചപ്പോൾ ഉമ്മ ഒരിക്കലും കലണ്ടറിൽ കണ്ടിട്ടില്ല. കലണ്ടർ എന്ന് പറഞ്ഞൊരു സംഗതിയെ ബാധകമല്ല. അപ്പം അങ്ങനെ പറയുകയാണെങ്കിൽ ഉമ്മ ഒരു പക്ഷെ പിന്നെ ഈ 50 വയസ്സിന് മുമ്പ് പറയാൻ കാരണം ഒരു പക്ഷെ ഉമ്മയുടെ ഒരു കലണ്ടർ മറ്റൊന്നാണ്. അത് അവരുടെ ജീവിതക്രമവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ അന്തരീക്ഷവുമായി ബന്ധപ്പെട്ടിട്ട് അവർ രൂപപ്പെടുത്തിയ ഒരു പ്രത്യേക കലണ്ടർ അവർ സൂക്ഷിച്ചിരുന്നു എന്നാണ് ഞാൻ ഇപ്പോൾ റീഡ് ചെയ്യുന്നത്. ചിത്രങ്ങൾ വരച്ചിരുന്നു ഉമ്മ വരച്ച അപൂർവ 1-2 ചിത്രങ്ങൾ മാത്രമേ കയ്യിൽ സൂക്ഷിക്കാൻ എടുത്ത് വെച്ചിട്ട് ഉമ്മ എടുത്ത കാലത്ത് മരിച്ചു. 4 മാസം മുമ്പ് മരിച്ചു. അപ്പോൾ ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ഈ ചിത്രങ്ങൾ അവർ ചിത്രകല കണ്ടിട്ടില്ല, അതിമനോഹരമായിട്ട് വരക്കുന്നത്. അതിന്റെ പ്രത്യേകതയായിട്ട് ചടുലതയാണ് സംഭവം. ഈ പക്ഷികളൊക്കെ വരച്ചു കഴിഞ്ഞാൽ ഈ ഭയങ്കര ജീവ സംഗതിയില്ല.
സംസാരിച്ചു. ഒരു പരാജയപ്പെട്ട എഴുത്തുകാരനാണെന്ന് ഒരു സന്ദർഭം പറയുന്നു. അപ്പം അതുപോലെ അന്തർജനത്തിന്റെ അമ്മ എഴുത്തുകാരി അല്ലെങ്കിലും അവര് വായിക്കാനൊക്കെ താല്പര്യപ്പെടും, പക്ഷെ എഴുത്ത് നടക്കാതെ ഒരാളാണെന്ന് തോന്നുന്നു. അതുപോലെ പല ആളുകളും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഈ പരാജയപ്പെട്ട അച്ഛനും അമ്മയും എഴുത്തുകാരെ സൃഷ്ടിക്കുന്നതിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് പങ്ക് വഹിക്കുന്നുണ്ടോ? മാത്രമല്ല പിന്നെ രേഖയുടെ കഥകളിലൊക്കെ ആവർത്തിച്ച് വളരെ രസകരമായിട്ട് ശിഹാബ്കയുടെ കഥകളിലുണ്ട് അമ്മ മകൻ ബന്ധം. രേഖയുടെ കഥകളിൽ അമ്മ മകൾ ബന്ധം നമുക്ക് വല്ലാതെ, ഞാനിപ്പൊരു അമ്മയും മകളും ആയതുകൊണ്ട് എനിക്ക് കുറച്ചും കൂടെ അത് കണക്ട് ചെയ്യാൻ പറ്റും. അമ്മ മകൾ ബന്ധം അതിശക്തമായിട്ട് മനോഹരമായിട്ട് വരുന്നുണ്ട്. ഈ നേരത്തെ ചോദിച്ചതിന് തുടർച്ചയിൽ ഞാൻ ഒന്ന് കൂട്ടിച്ചേർത്താണ് എങ്ങനെയാണ് അമ്മ സ്വാധീനിച്ചത് എന്ന്. ഒരു ചോദ്യം കൂടി ഇവിടെ ഉണ്ട്, അതോട് ചേർത്ത് ഒന്നിച്ചു പറഞ്ഞു. ചോദ്യമല്ല, ഒരു സന്ദേഹമാണ്. അപ്പോൾ പുരുഷന്റെ രചനയും സ്ത്രീയുടെ രചനയും കുറിച്ചൊരു നേരത്തെ പറഞ്ഞല്ലോ. അപ്പം സ്ത്രീകളുടെ രചനയിൽ കൂടുതൽ സാഹചര്യവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആ അനുഭവങ്ങളുടെ പുരുഷനേക്കാൾ കൂടുതൽ വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താ വെച്ചാൽ നമ്മൾ കുട്ടിക്കാലം മുതൽ തന്നെ നമ്മുടെ അമ്മമാരെ നമ്മളെ കിടത്തി ഓർക്കുന്ന സമയത്ത്, ആഹാരം തരുന്ന സമയത്ത് കൊച്ചു കൊച്ചു കഥകൾ പറയുമ്പോൾ ആ അമ്മയുടെ ലോകത്ത് ഒരു കഥയുടെ എഴുത്തുകാരിയൊന്നുമല്ല, അമ്മയുടെ ചിന്തയിൽ ചില ഒരു കഥാതന്തു വരികയും ആ കഥയെ, എൻ്റെ അമ്മ എൻ്റെ ഒരു വയ്യാത്തൊരു കുട്ടിയായിരുന്നു. അപ്പൊ അവനെ ആഹാരം കൊടുക്കുന്ന സമയത്ത് ചില കഥകളൊക്കെ പറഞ്ഞു. എൻ്റെ വളർച്ചയിൽ ഞാൻ കണ്ടു, പക്ഷെ എന്നോട് അത് പറയാൻ പറഞ്ഞ സമയത്ത് ആ പ്രായത്തിൽ എനിക്ക് പറയാൻ പറ്റിയിട്ടില്ല. എൻ്റെ വളർച്ചയിൽ ഒരു ദിവസം എന്നോട് പറഞ്ഞു, കാക്കേനെയും പൂച്ചേനെയും കാണിച്ചിട്ട് അവനെ കഥ പറഞ്ഞു കൊടുത്തിട്ട് അവന് ഭക്ഷണം കൊടുക്കാൻ പറഞ്ഞു. അപ്പോഴൊക്കെയാണ് അതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നത്. അപ്പൊ എൻ്റെ അച്ഛൻ ആ സമയത്ത് കഥ പറഞ്ഞു കൊടുക്കുകയല്ല ചെയ്തത്, അവന് പാട്ടുപാടി കൊടുക്കുക ചെയ്തത്. അപ്പൊ അങ്ങനെ സ്വന്തം പരിസ്ഥിതിയിൽ ആ ഒരു അവസരത്തിനെ അനുസരിച്ച് അവര് അതും കൂടെ ആ ഭാവനയിൽ അനുഭവമോ എന്തോ രണ്ടും കൂടെ ചാലിച്ചുകൊണ്ട് രചനയിൽ അത് കടന്നു വരുന്നതാണ് പറയാറ്. പിന്നെ സാറിന്റെ കഥയെ ഞാൻ ഒത്തിരി വായിച്ചിട്ടില്ലെങ്കിലും വരാനിരിക്കുന്നത് അതിമധുരമായിട്ട് ഇനിയുമുണ്ട് എന്ന് നമുക്ക് പ്രത്യാശിക്കാം. നല്ല രീതിയിൽ സാറേ, ഉദാഹരണത്തിന് നമുക്ക് പനിയാണെന്ന് നമ്മൾ വീട്ടിൽ പറഞ്ഞെന്ന് വിചാരിക്കും. നമ്മുടെ അച്ഛൻ പറയും നീ മരുന്ന് കഴിച്ച് കിടക്കുക എന്ന് പറയും. പക്ഷെ അമ്മയാണെങ്കിൽ എന്ത് ചെയ്യും? നേരെ വന്ന് നമ്മുടെ നെറ്റിയിൽ തൊട്ട് നോക്കും, അല്ലെ? അല്ലെങ്കിൽ നമ്മളെ ചേർത്ത് പിടിക്കും. അത് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും അങ്ങനെയായിരിക്കും. അപ്പൊ ഒരു അപ്രോച്ചിൽ അങ്ങനെയുണ്ട്. ഞാനാണെങ്കിൽ ജീവിതത്തിൽ ഒരു അച്ഛനില്ലാത്ത കുട്ടിയാണ്. മാത്രമല്ല എനിക്ക് എൻ്റെ പാരൻസിന് വളരെ പ്രായമായിട്ടുണ്ടായ കുട്ടിയാണ്. അപ്പൊ എൻ്റെ അച്ഛൻ ഷർട്ട് ഇടില്ല. അപ്പൊ ഞാൻ പഠിച്ചിരുന്ന പ്രൈമറി സ്കൂളിന്റെ പുറത്തൂടെ അച്ഛൻ പോകുമ്പോ എല്ലാവരും പറയും രേഖയ്ക്കമ്മേനന്റെ അപ്പൂപ്പൻ പോകുന്നു എന്ന് പറയും. എനിക്കത് കേൾക്കുമ്പോൾ ഭയങ്കര സങ്കടമാണ്. എല്ലാവർക്കും നല്ല ചെറുപ്പക്കാരനും സുന്ദരനുമായ അച്ഛനുള്ളപ്പോൾ എനിക്ക് മാത്രം നല്ല വയസ്സായ അപ്പൂപ്പനെ പോലൊരു അച്ഛൻ. അപ്പൊ അത് കഴിഞ്ഞ് നിങ്ങളിപ്പോ കുട്ടിക്കാലത്ത് അപ്പു തൊപ്പു എന്നൊക്കെ പറഞ്ഞിട്ടൊരു കഥാപാത്രം പഠിച്ചിട്ടുണ്ട്. അപ്പു എപ്പോഴും ഭയങ്കര നല്ലത് മാത്രം ചെയ്യുന്ന കുട്ടിയും തൊപ്പു കുഴപ്പക്കാരനുമാണ്. ഈ പറഞ്ഞതുപോലെയാണ് നമ്മുടെ അമ്മ കഥ പറഞ്ഞു, എന്നും കഥ പറഞ്ഞു തരുമ്പോ അതിലമ്മ അമ്മയുടെ കയ്യിലുള്ള ഒരു സാധനം ഇടും. അപ്പൊ അതിലെ കുഴപ്പം മുഴുവൻ നമ്മൾ ചെയ്തതായിരിക്കും. ഈ നമ്മുടെ തിന്മകളോ നമ്മുടെ കുഴപ്പങ്ങളോ ഒക്കെ ആയിരിക്കും. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് കഥ പറഞ്ഞത്. ഈ ഒരു ടെക്നിക്ക് ഇപ്പോ നമുക്കൊക്കെ അറിയാം. ഇപ്പൊ ഞാൻ ഏറ്റവും ഒടുവിൽ ഒരു പ്രസിദ്ധീകരിച്ച പുസ്തകം സഞ്ചാരി പ്രാവ് എന്ന് പറഞ്ഞ പുസ്തകം. അതില് ആ കഥയില് ഒരു കോളേജ് അധ്യാപികയാണ് കഥയിലെ നായിക. പക്ഷെ അത് എൻ്റെ പ്രായമല്ല, എന്നേക്കാൾ ഒരു 10-15 വയസ്സെങ്കിലും ഇളപ്പമുള്ള സുന്ദരിയായ ഒരു ടീച്ചറാണ്. പക്ഷെ തിരിച്ചു പലരും എൻ്റെ അടുത്ത് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് അവരുടെ സൗന്ദര്യമൊന്നുമില്ല, അവരുടെ അതൊന്നുമില്ല, പക്ഷെ അത് നിങ്ങളാന്ന് പറയും. അപ്പൊ നമുക്ക് ഇപ്പൊ ഒരു കഥ എഴുതാൻ തുടങ്ങുന്ന സമയത്ത് നമുക്ക് അതിനെ പറ്റിയുള്ള ആ ആളെ പറ്റിയിട്ടുള്ള അല്ലെങ്കിൽ ആ ആളുടെ നമ്മുടെ മുമ്പിൽ ഒരു അനുഭവമായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കും. പക്ഷെ ബാക്കിയൊക്കെ നമ്മൾ ഫില്ല് ചെയ്യുന്നത് ആളെ കുറിച്ച് നമുക്ക് പലയിടത്തും നമുക്കൊന്നും അറിയില്ല. ആ കഥ പറച്ചിലൊന്നും അറിയില്ല. ആ ആള് ചില സന്ദർഭങ്ങളിൽ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, ആളിന്ന സന്ദർഭങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എങ്ങനെയാണ്
അതിന്. അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ ഫില്ല് ചെയ്യുന്നത് നമ്മുടെ സ്വന്തം അനുഭവം വെച്ചിട്ടാണ്. അതുകൊണ്ടാണ് പലപ്പോഴും എഴുത്തുകാരികൾ നേരിടുന്നത്. എഴുത്തുകാരികൾ ഇപ്പൊ രാജലക്ഷ്മി ആത്മഹത്യ എന്താണ് നമ്മൾ കേട്ടിട്ടുണ്ട്. രാജലക്ഷ്മിയുടെ ബന്ധുക്കളാണ് ആ കഥയിൽ കടന്നു വരുന്നത്. ഒരുപക്ഷെ അത് പൂർണ്ണമായിട്ട് അവരൊന്നും അയക്കില്ല. അവരിവിടെ അവർക്ക് വിട്ടുപോകുന്ന ഭാവങ്ങളിൽ, അല്ലെങ്കിൽ അവർ ഭാവന കൊണ്ട് ക്രിയേറ്റ് ചെയ്യുന്നിടത്ത് വിട്ടുപോകുന്ന ഭാഗങ്ങളായിരിക്കും നമ്മളെ തന്നെ വെച്ച് ഫില്ല് ചെയ്യുന്നത്. പക്ഷെ പലപ്പോഴും നമ്മുടെ കഥയായിട്ട് അത് വായിക്കപ്പെടും. എഴുത്തുകാരികൾ അത് കൂടുതൽ ആ തരത്തിൽ ആക്രമിക്കും. ഒരുപക്ഷെ പുതിയ കാലത്ത് എനിക്ക് തോന്നുന്നു എഴുത്തുകാരികളത് അവരത് അത്ര കണ്ട് അലട്ടില്ല. ഈ പറഞ്ഞ പോലെ സുന്ദരിച്ച് പറഞ്ഞതുപോലെ അമ്മയായിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു ബന്ധം. ഇപ്പൊ അമ്മ ഈ പറഞ്ഞതുപോലെ പരാജയപ്പെട്ട ഒരു ആളുകൾക്ക് അതിന്റെ അക്ഷരത്തിന്റെ മൂല്യം അറിയും. ഇങ്ങനെ കഥ പറഞ്ഞതിന്റെ അമ്മയുടെ ക്രിയേറ്റിവിറ്റി എനിക്ക് കഥ പറഞ്ഞു തരാനാണ് ഉപയോഗിച്ചത്. അതുപോലെ അമ്മ കല്യാണം കഴിക്കുന്നത് വരെയുള്ള വൈലോപ്പിള്ളിയുടെയും ഇടശ്ശേരിയുടെയും തലമുറ വരെയുള്ള മുഴുവൻ കവിതകളും അമ്മയ്ക്ക് കാണാതെയാണ്. രാമായണം മഹാഭാരതമൊക്കെ എനിക്ക് അമ്മ പറഞ്ഞു തന്ന ആ നരേഷനാണ് നല്ലതായി തോന്നിയിട്ടുള്ളത്. പിന്നെ വലുതായപ്പോ സി വി കുഞ്ഞിരാമന്റെ ഇതൊക്കെ വായിച്ചപ്പോ എനിക്ക് പക്ഷെ ആ അമ്മ പറഞ്ഞു തന്ന മഹാഭാരതത്തിനാണ് രസം കൂടുതൽ. അതിന്റെ ആ കൃത്യമായിട്ടുള്ള എനിക്ക് വേണ്ടത് എന്താണെന്നൊരു പക്ഷെ എന്റെ സി വി കുഞ്ഞിരാമനേക്കാൾ ഒരു പക്ഷെ എന്റെ അമ്മയ്ക്ക് അറിയാമായിരിക്കും, അല്ലെങ്കിൽ കുഞ്ഞുകുട്ടൻ പറയാനെ പോലെക്കാൾ എന്റെ അമ്മയ്ക്കായിരിക്കും. അപ്പൊ അങ്ങനെ ഇതിഹാസങ്ങൾ പോലും അങ്ങനെ അമ്മയുടെ നരേഷനാണ് എനിക്കിഷ്ടം. അപ്പോൾ ഒരുപക്ഷെ ആ ഒരു പരാജയപ്പെട്ട ഒരാളുടെ അങ്ങനെ ആവരുത് എന്ന് നമ്മുടെ മനസ്സിലാളെ എഴുതി വിവാഹം കഴിഞ്ഞു കുടുംബത്തെയും കുട്ടികളെയും നോക്കിയിരുന്നു. അപ്പൊ അങ്ങനെ ആവരുത് എന്നുള്ള ഒരു വാശിയായിരിക്കാം ഞാൻ അതിനു വേണ്ടിയിട്ടുള്ള തൊഴിലുകൾ കണ്ടുപിടിച്ചത്. പറഞ്ഞ പോലെ പത്രപ്രവർത്തനവും കോളേജ് അധ്യാപകരൊക്കെ ഞാൻ അതിനു വേണ്ടിയിട്ട് കണ്ടുപിടിച്ചത് ആ തൊഴിലുകളാണ്. പത്രപ്രവർത്തനം ആ പരീക്ഷണം 18 കൊല്ലം കഴിഞ്ഞപ്പോൾ പരാജയപ്പെട്ടപ്പോഴാണ് കോളേജ് അധ്യാപികയായത്. എൻ്റെ ശിഷ്യ ലക്ഷ്മിയൊക്കെ ഉണ്ട് ഇവിടെ, ശിവദത്തൊക്കെ ഉണ്ട് ഇവിടെ. അപ്പം അത് പിന്നീട് അതും കൂടുതൽ പരാജയം തന്നെയായിരുന്നു. കാരണം ഞാൻ വിചാരിച്ചതുപോലെ ഒരുപാട് എഴുതാനോ ഒന്നും സമയം ഇപ്പോഴത്തെ കോളേജ് അധ്യാപകരുടെ ജീവിതത്തിൽ ഇല്ല. അപ്പോൾ ഈ പറഞ്ഞ പോലെ എൻ്റെ അമ്മ ഒരു തിരുത്താവണം ഞാൻ എന്നൊക്കെ വിചാരിച്ച് നമ്മൾ തുടങ്ങുന്നെടുത്തത് മറ്റൊരു സ്ഥലത്തേക്കായിരുന്നു. പിന്നെ സർക്കാരിനെ കുറിച്ചുള്ള ഒരു നമ്മുടെ ന്യായങ്ങളൊക്കെ ഇപ്പൊ ശിഹാബൊക്കെ പറഞ്ഞു 50 തൊഴിലുകൾ ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോ അതെന്തൊരു ഞാൻ 40s കോളേജിൽ വന്നപ്പോൾ എല്ലാവരും എന്നോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾക്ക് വട്ടുണ്ടോ ഇത്രയും നല്ല വ്യത്യസ്തമായ ഒരു കരിയറിന് ഏറ്റവും പഴയ ഒരു കരിയറിലേക്ക് നിങ്ങൾ മടങ്ങിപ്പോയത് എന്തിനാണ്? പക്ഷെ 50 തൊഴിൽ ചെയ്ത ഒരു മനുഷ്യന്റെ മുമ്പിൽ നമ്മൾ എത്ര നിസ്സാരരാണ്. അതുപോലെ അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ പലപ്പോഴും വായിച്ചിട്ട് നമ്മുടെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞ പറഞ്ഞ പോലെ അശ്വതയുടെ അനുഭവം അദ്ദേഹത്തിന് മാത്രം അത് ആവിഷ്കരിക്കാൻ പറ്റുള്ളൂ. കാരണം അത്ര തീക്ഷ്ണമായ ഒരേ ടെമ്പറമെന്റിൽ ഒരേ തലത്തിൽ ചിന്തിക്കുന്ന ആളുകൾക്ക് മാത്രം അത്ര ഒപ്പിയെടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടായിരിക്കും അത് വ്യത്യസ്തമായിരുന്നു. ഒരുപാട് ചോദ്യങ്ങളും എല്ലാം ഉണ്ടെന്ന് നമുക്കറിയാം. ഒരു ദിവസം ഇരുന്നാൽ പോലും തീരാത്ത ഒരു വിഷയമാണ് കഥയെ കുറിച്ചുള്ളത്. സമയപരിമിതി മൂലം നമുക്ക് ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. കഥയുടെ സെഷനിൽ നമ്മളോട് സംബന്ധിച്ച ശിഹാബുദ്ദീൻ സാറിനും രേഖ ടീച്ചറിനും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. സെഷൻ അവസാനിച്ചതായി അറിയിക്കുന്നു. എനിക്കൊണ്ടൊരു കഥ, നിന്നെക്കൊണ്ടൊരു കഥ, കഥയെഴുത്ത് അനുഭവങ്ങൾ എന്ന സെഷൻ